ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആയിരിക്കും ഈ കാര്യമൊക്കെ. എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്നും എന്താണ് ഇമ്പാക്ട് എന്നൊന്ന്. അതൊരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഫോർ കോമൺ മാൻ. NRIസിന് ടാക്സേഷൻ 0 ടാക്സ് ആണ്. NRI ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനിയും ഒക്കെ വലിയ ടാർഗറ്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ. ഒരു 10 ക്ലയൻസിനെ കിട്ടിയാൽ ഏജന്റിന് വലിയ ലാഭമായി. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ റിയൽ പ്രോബ്ലം. അത് മിക്കവർക്കും അറിയില്ല, റൈറ്റ്? ഇറ്റ് ഈസ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇന്നത്തെ കാലത്തും ഒരുപാട് അവന്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെ അസറ്റ് ക്ലാസുകൾ അവർ കൺസിഡർ ചെയ്യണം? ഒരു മലയാളിയായിട്ട് ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എനിക്കൊരു നാണക്കേടല്ലേ. കൾച്ചറൽ ഷോക്ക്. ഗോൾഡ് ഹാസ് ഗോൺ എക്സ്ട്രീംലി ഹൈ. അത് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാം ഇൻവെസ്റ്റ്മെന്റ്സും ഗോൾഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഇറ്റ് എ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ്? ഇറ്റ് ഈസ് നോട്ട്. യു ഷുഡ് ഹാവ് എ ബാലൻസ്ഡ്. അപ്പോൾ ഒരു NRI സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാറ്? ഇപ്പോൾ റിട്ടയർമെന്റ് വളരെ ഹോട്ട് ടോപ്പിക്കാണ്. 10 കൊല്ലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ, അതായത് ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഇവിടെ ചേഞ്ച്. 1 ലിറ്റർ പെട്രോളിന് 1 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇന്ന് ആ 1 രൂപ കൊണ്ട് ഒന്നും മേടിക്കാൻ പറ്റില്ല. യു കാൺ ഈവൻ മേക്ക് എ ഫോൺ കോൾ. പണ്ടൊരു കോയിൻ ബൂത്തിൽ എങ്കിലും ചെയ്യായിരുന്നു. ഇന്ന് ആ 1 രൂപയ്ക്ക് വാല്യൂ ഇല്ല. അപ്പോൾ സോ ടൈംസ് ഹാവ് ചേഞ്ച്. ഹാവ് മൈ മണി ഗിവൻ മീ ദ റിട്ടേൺസ് ദാറ്റ് ഐ ആം എക്സ്പെക്ടിങ് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ്. ബിലോങ്ങിന് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ദിസ് ഇസ് എ വെരി സ്നീക്ക് പീക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് റിവീൽ ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് അശ്വിൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. കഴിഞ്ഞ വർഷം $5 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള NRIസിൻ്റെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് NRIസിനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ബിലോങ് എന്ന സ്റ്റാർട്ടപ്പിൻ്റെ കൊഫൗണ്ടറായ സായി ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സായി ഒരു മലയാളിയാണ്. HDFC, കോട്ടക് പോലുള്ള വലിയ ബാങ്കുകളുടെ കൂടെ 20ഓളം വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സായി. സോ ഈ പോഡ്കാസ്റ്റിലൂടെ NRI ഫൈനാൻസ് ഡീകോഡ് ചെയ്യാനും സായിയുടെ സ്റ്റോറി മനസ്സിലാക്കാനും ഒപ്പം ബിലോങ്ങിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് മനസ്സിലാക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. വെൽക്കം സായി. താങ്ക് യു അശ്വിൻ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഷുവർ. നമുക്ക് മനസ്സിലാക്കേണ്ടത് ബിലോങ് എങ്ങനെ ഉണ്ടായി, ബിലോങ്ങിൻ്റെ പ്ലാൻസ് എന്തൊക്കെയാണ് ബിലോങ്ങിൻ്റെ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് സായിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു കരിയർ സായിയുടെ, അതുപോലെ എങ്ങനെയാണ് ബിലോങ് തുടങ്ങുന്നത്, ആ ജേർണി എങ്ങനെയായിരുന്നു? ഷുവർ. അശ്വിൻ പറഞ്ഞ പോലെ ഞാനൊരു മലയാളിയാണ്. പഠിച്ചു വളർന്നതൊക്കെ നാട്ടിലാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലേക്ക് എത്തി. പിന്നെയുള്ള ജീവിതം കുറേ നാൾ ബാംഗ്ലൂരിലായിരുന്നു. MBA കഴിഞ്ഞ് പിന്നെ ആദ്യം ചേർന്നത് ICICI പ്രൂഡൻഷ്യലിലായിരുന്നു. അതിൽ കുറേ നാൾ വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് HDFC ബാങ്കിലേക്ക് മാറി. പിന്നെ ഒരു ബാങ്കിങ് ജീവിതമായിരുന്നു കുറേ നാൾ. അതിൻ്റെ ഇടയിൽ ഒരു ജിയിൽ കുറച്ച് നാൾ സ്റ്റിൻറ്റ് ഉണ്ടായിരുന്നു, ഒരു 8-8.5 വർഷത്തോളം. അല്ലെങ്കിൽ പ്യുവർ പ്ലേ ബാങ്കറാണ്. Numbers is what I like. So yeah, that is my passion. റൈറ്റ്. അപ്പോൾ ബാങ്കിങ്ങിൽ നിന്ന് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലേക്ക് എപ്പോഴെത്തുന്നത്? അത് ഒരു വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഞാൻ ING കോട്ടക് ബാങ്കിലായിരുന്നു. ING വൈശ്യ കോട്ടക് ടേക്ക് ഓവർ ചെയ്ത സമയത്ത്. അപ്പോൾ അങ്ങനെ ടേക്ക് ഓവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു പഴയ ബോസ് ഉണ്ടായിരുന്നു, നിയോൻ്റെ ഫൗണ്ടർ വിനയ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിനയ് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എന്താ പ്ലാൻ? അപ്പോൾ അന്ന് ഫിൻടെക് ഒന്നും അത്ര ഭൂമി നിൽക്കുന്ന സമയമല്ല. ഇത് 2015-16 സമയമാണ്. ജിയോക്ക് മുന്നേ ആണോ? ജിയോക്ക് വരുന്നതിൻ്റെ മുന്നേ ആണോ? അതെ, അതൊക്കെ വരുന്ന മുമ്പിലാണ്. അപ്പോൾ ആ സമയത്ത് ഫിൻടെക് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് അറിയില്ല. ഇന്ന് ഒരു ബൂം തുടങ്ങണം, PayTM ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ബാങ്കറാണ്, അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ തിരിച്ച് ബാങ്കിലേക്ക് തിരിച്ചു പോവാം എന്നുള്ള രീതിയിൽ ഞാൻ വിനയുടെ കൂടെ നിയോ ഫൗണ്ടിങ് മെമ്പറായി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു നോക്കിയിട്ടില്ല. നിയോയിൽ ഒരുപാട് നാളുണ്ടായിരുന്നു, 8 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. നിയോൻ്റെ ഗ്ലോബൽ കാർഡിൻ്റെ CBO ആയിരുന്നു, ചീഫ് ബിസിനസ് ഓഫീസർ ആയിരുന്നു. അത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്റ്റിൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഫിൻടെക്കിലേക്ക് വരാനുള്ള കാരണം. റൈറ്റ്. ഓക്കെ. അപ്പോൾ നിയോയിൽ 8 വർഷം ഉണ്ടായിരുന്നു. 8 വർഷം. ബേസിക്കലി സ്റ്റാർട്ടപ്പിൻ്റെ 0 to ഈ ലെവൽ വരെയുള്ള ജേർണി കണ്ടിട്ടുണ്ട്. നിയോ ഇപ്പോൾ എത്ര വാല്യൂഷനുള്ള കമ്പനിയാണ്? ഭീകര കമ്പനിയല്ലേ? നിയോ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫിൻടെക്സ് ആണ്. ഇറ്റ് ഈസ് ഇൻ ദാറ്റ് സ്പേസിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ടുഡേ ആൻഡ് വൺ ഓഫ് ദ ഈസ് ഡൂയിങ് വെരി വെൽ. സോ അവിടെ നിന്ന് എങ്ങനെ ബിലോങ്? അതും വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്.
അപ്പോൾ നിയോയിൽ ഞങ്ങൾ ചെയ്തിരുന്നത് ഗ്ലോബൽ കാർഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. അത് ആക്ച്വലി ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ കുറേ ട്രാവലേഴ്സും സ്റ്റുഡൻസും ഇതേമാതിരി NRIസും ഈ പ്രോഡക്റ്റ് എടുത്ത് കുറച്ച് പുറത്ത് പോയി യൂസ് ചെയ്യും. അത് 0-4x മാർക്കപ്പാണ്. അപ്പോൾ അവർ പുറത്ത് പോയി യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതായിരുന്നു. അപ്പോൾ ഈ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം കാർഡ് യൂസേജ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെങ്ങനെ, ഇത് ബേസിക്കലി ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യണതല്ലേ. 0-4x എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദേശത്തേക്ക് പോകണു, അവിടുത്തെ കറൻസിക്ക് പകരം നമ്മൾ നമ്മുടെ കാർഡ് ഉപയോഗിക്കുന്നു, 0-4x മാർക്കപ്പ് കിട്ടുന്നു. പക്ഷേ ഇത് ലോങ്ങർ പീരീഡ് ഓഫ് ടൈം യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം യൂസ് ചെയ്യണത്? അപ്പോൾ നോക്കിയപ്പോൾ രണ്ട് ടൈപ്പ് കാറ്റഗറി ഞങ്ങൾ കണ്ടു. ഒന്ന് സ്റ്റുഡൻസ്, പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയവർ. രണ്ട് NRIs, അവർക്ക് ഇന്ത്യയിലുള്ള പൈസ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കാർഡ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സെഗ്മെൻറ്റ് വന്നപ്പോഴാണ് ഞങ്ങൾ NRIസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത്. NRIസിനെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് റെസിഡൻറ്റ് ഇന്ത്യന് ബാങ്കിങ് ഇക്കോസിസ്റ്റത്തിൽ എന്ത് വേണമെങ്കിലും ഫിംഗർ ടിപ്പിലുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ അശ്വിൻ്റെ അടുത്ത് മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് ബാങ്കിങ് ആപ്പിൽ പോയി ലോൺ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം. പുതിയ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ അതും ഇമ്മീഡിയറ്റ് ആയി ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, എല്ലാം FD ബുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. നേരെ മറിച്ച് ഇത് NRIസിനാണെങ്കിലോ ഒന്നും ബാങ്കിങ് ആപ്പിൽ കൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ബാങ്കിങ് ആപ്പ് ഉണ്ട്, പക്ഷേ അതൊരു മോഡിഫൈഡ് വേർഷൻ ഓഫ് റെസിഡൻറ്റ് ഇന്ത്യൻ ആപ്പാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഡെഡിക്കേറ്റഡ് ഫോർ ദെം. ദെർ ആർ നോ സ്പെഷ്യലൈസ്ഡ് റിക്വയർമെൻറ്റ്സ് ഫോർ NRIs. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആ സ്പേസിൽ ദെർ ഈസ് എ വെരി വൈഡ് ഗ്യാപ്പ്. അപ്പോൾ അവരെ കേറ്റർ ചെയ്യാൻ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ സീംലെസ് ആക്കാനും, അവർക്ക് ടു മേക്ക് ഇറ്റ് വെരി വെരി സീംലെസ് ഫോർ ദെം ഈസ് വൈ വി സ്റ്റാർട്ടഡ് ബിലോങ്. So for NRIs, we want to do the entire their financial requirement. We want to make it seamless, right from the KYC. So end to end for NRIs. End to end. Okay. So if you are, let's say, in Dubai, we will come and meet you in Dubai. We will complete your KYC in Dubai, and you can invest from Dubai. Right. From your own bank account in Dubai. Right. Okay. So that is the concept. We want to make that journey as seamless as possible. Right. So that നിങ്ങൾ ഇപ്പോൾ എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ that journey in India you have built your portfolio. Right. Okay. And founders ഒക്കെ, co-founders ഒക്കെ നിയോയിലുണ്ടായിരുന്ന സമയത്ത് നിയോ ഒരു വെൽത്ത് കമ്പനീനെ അക്വയർ ചെയ്തു, ഗോൾഡ്വൈസ് എന്ന് പറഞ്ഞ വെൽത്ത് കമ്പനീനെ. അതിൻ്റെ ഫൗണ്ടേഴ്സ് ആയിരുന്നു അങ്കുർ, സാവിത്രി, ആയുഷ്, അവരെല്ലാവരും. അപ്പോൾ നിയോ ഗോൾഡ്വൈസിനെ അക്വയർ ചെയ്ത സമയത്താണ് ഞാൻ ഇവരായിട്ട് കണ്ടുമുട്ടിയത്. അങ്ങനെയാണ് ഈ എൻറ്റയർ സ്റ്റാർട്ടപ്പ് ജേർണി, ബിലോങ്ങിൻ്റെ സ്റ്റാർട്ടപ്പ് ജേർണി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ 4 പേരാണ്? ഞങ്ങൾ 4 പേര്. അത് ഫിൻടെക് ഫീൽഡ് തന്നെയായിരുന്നോ? അതും ഫിൻടെക്. ഗോൾഡ്വൈസ് എന്ന് പറഞ്ഞ ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഫുള്ളി ഫിൻടെക് ആപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയിരുന്നു. റൈറ്റ്. ഓക്കെ. സോ ഞാൻ വെബ്സൈറ്റൊക്കെ നോക്കി നമ്മൾ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ്, ബിലോങ് പ്രൈമറിലി ബിലോങ്ങിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ബേസ് ലെയർ എന്ന് പറയുന്നത് ഗിഫ്റ്റ് സിറ്റിയാണ്. അതെ, ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി. ബട്ട് ഇന്നും ആളുകൾക്ക് ആ പേരൊരു ഇൻട്രസ്റ്റിംഗ് പേരൊക്കെയാണ്, ബട്ട് എന്തായാലും ആളുകൾക്ക് അറിയില്ല എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത്. അപ്പം അത് ഒരു റിയൽ സ്ഥലമാണോ, ഒരു കോൺസെപ്റ്റ് മാത്രമാണോ? അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി, വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്നും അതിൻ്റെ ആക്ച്വൽ ഇമ്പാക്റ്റ് ഇപ്പം നമുക്ക് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇന്ത്യൻസിനും NRIസിനും എന്താണ് ഇമ്പാക്റ്റ് എന്നൊന്ന് പറയാമോ? ഷുവർ. ഗിഫ്റ്റ് സിറ്റിയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ പറയാം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഗിഫ്റ്റ് സിറ്റി ചൂസ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബേസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRIസിന് ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാ ഫിനാൻസ് റിലേറ്റഡ് റിക്വയർമെൻറ്റ്സും സീംലെസ് ആക്കാനുള്ള that is the motto. Make the entire life of NRI as seamless as possible with regards to their financial requirement. അതാണ് ഞങ്ങളുടെ മോട്ടോ. അപ്പോൾ ഇന്ത്യയിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ബാങ്ക്സ് ഇന്ത്യയിൽ ഓൾറെഡി ചിലത് ചെയ്യുന്നുണ്ട്. അതായത് NRE അക്കൗണ്ട് ഉണ്ട്, NRO അക്കൗണ്ട് ഉണ്ട്, അതെല്ലാം INRലാണ്. ചില FCNR ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ USD ഡെപ്പോസിറ്റ് ഉണ്ട്, SGD ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനത്തെ ഡെപ്പോസിറ്റുകളുണ്ട്. പക്ഷേ ഇതെല്ലാം സീംലെസ് ആണോ? അതായത് ഞാൻ US ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ UAE ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ടൈം സോൺ ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ RMനെ വിളിക്കണ്ടേ? എനിക്ക് ഇത് കൂടെ എല്ലാം കൂടെ ആപ്പിൽ കൂടെ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല, റൈറ്റ്? അതുകൊണ്ട് we decided it has to be 24/7. It has to be digital first.
അതായിരുന്നു വൺ ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ INR റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രീഷിയേറ്റിംഗ് കറൻസിയാണ്. അത് ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 3.5-4% റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ NRI ആണ്, എനിക്ക് കിട്ടുന്നത് ശമ്പളമോ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെ ഉള്ള വരുമാനമോ എനിക്ക് നോൺ INRലാണ് കിട്ടുന്നത്. അതായത് ഞാൻ US-ലാണെങ്കിൽ എനിക്ക് ഡോളറിലാണ്, അല്ലെങ്കിൽ UAE-ലാണെങ്കിൽ ദിറമിലാണ്. അപ്പോൾ ഞാനിത് കൺവേർട്ട് ചെയ്ത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കൊല്ലവും ഞാൻ ഈ 3-4% റുപ്പി ഡിപ്രീസിയേഷൻ മുഖാന്തരം എനിക്കത് ലോസാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നോൺ റുപ്പിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? റൈറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് സീംലെസ് ആക്കാം? അത് ഞങ്ങൾ നോക്കി വന്നപ്പോഴാണ് ഗിഫ്റ്റ് സിറ്റിയിൽ there is a beautiful concept which has got set up. അതൊരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. ഇങ്ങനത്തെ കോൺസെപ്റ്റ് ആക്ച്വലി വേൾഡിൽ അക്രോസ് ഉണ്ട്. ദുബായിലും ഉണ്ട്, സിംഗപ്പൂരിലും ഉണ്ട്, ഹോങ്കോങ്ങിലുണ്ട്. അതേ മോഡലിൽ നമ്മുടെ ഇന്ത്യയും തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റ് സിറ്റി. ഇറ്റ് ഈസ് പ്രൈമർലി ഫോക്കസ്ഡ് ഫോർ NRIs. അവരുടെ ഇതേ ഞാൻ പറഞ്ഞ മാതിരി നോൺ INR ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ സീംലെസ് ആക്കാം, അതിനു വേണ്ടിയിട്ട് എല്ലാ they are making that special economic zone. They are developing that special economic zone. റൈറ്റ്. അപ്പം ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അവിടുത്തെ മെയിൻ ചേഞ്ചുകൾ? ഇപ്പോൾ കമ്പയർഡ് ടു നമ്മുടെ ഇപ്പം ഇന്ത്യൻ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു NRI ഗിഫ്റ്റ് സിറ്റി കൂടെ ചെയ്യുന്നത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, വളരെ വാലിഡ് പോയിന്റ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഡിഫറൻസ് ഇല്ലെങ്കിൽ then there is no point. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ 2 പ്രോഡക്റ്റാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ, എസ്പെഷ്യലി മലയാളീസിന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞുതരാം. മ്യൂച്വൽ ഫണ്ടും ചെയ്യുന്നുണ്ട്. റൈറ്റ്. രണ്ടും 2 ടൈപ്പ് ഓഫ് ക്ലാസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. കാരണം വെച്ചാൽ ഒന്ന് ഫിക്സ്ഡ് ഇൻകം ആണ്, ഒന്ന് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. മെയിനായിട്ട് നമ്മൾ NRIസിന് ഗിഫ്റ്റ് സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ INR ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഡിപ്രീഷിയേറ്റ് ചെയ്യും. റൈറ്റ്. അപ്പോൾ നമ്മളൊരു റുപ്പി ഡെപ്പോസിറ്റിൽ ഇടുകയാണെങ്കിൽ, അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് പ്രകാരം 6%, 7% റിട്ടേൺസ് കിട്ടും. ആ റുപ്പി ഡിപ്രീഷിയേഷൻ മാറ്റിക്കഴിഞ്ഞാൽ 7 - 4, അതായത് റുപ്പി 4% ഡിപ്രീഷിയേറ്റ് ചെയ്തു. നെറ്റ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 3% ആണ്. അതൊരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, നമ്മൾ ഇന്ത്യ മെയിൻ ലൈനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് NRE അക്കൗണ്ടിലാണെങ്കിൽ ടാക്സ് ഇല്ല, പക്ഷേ NRO അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ ടാക്സ് ഉണ്ട്. അതിൻ്റെ എന്താണ് വരും വരായകൾ, അതെല്ലാം നോക്കണം. ഗിഫ്റ്റ് സിറ്റിയിലാണെങ്കിൽ ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. NRIസിന് ടാക്സേഷൻ 0 ടാക്സ് ആണ്. അതിപ്പോൾ FD ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും ക്യാപിറ്റൽ ഗെയിൻസ് ആയാലും അവർക്ക് യാതൊന്നും ഇല്ല അതിൽ. അപ്പോൾ TDS പോലും ഡിഡക്റ്റ് ചെയ്യണില്ല. അപ്പോൾ NRIസിന് എന്തുകൊണ്ടും ബെറ്റർ ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഗിഫ്റ്റ് സിറ്റിയാണ്. റൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഗിഫ്റ്റ് സിറ്റിയിലേക്ക് തീരുമാനിക്കുന്നത്. അതെ. ഓക്കെ. ആൻഡ് ഈ പ്രോസസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഗിഫ്റ്റ് സിറ്റിയിൽ സെറ്റപ്പ് ചെയ്യാൻ? അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ഗിഫ്റ്റ് സിറ്റിയിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഇങ്ങനെ ഗിഫ്റ്റ് സിറ്റിയിൽ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ബിൽഡിംഗ് എ പ്രോഡക്റ്റ് ഫോർ NRIs എന്ന് ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ ഗിഫ്റ്റ് സിറ്റിയിൽ ലാൻഡ് ചെയ്തു. ഒരു ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്, അഹമ്മദാബാദ് ഗാന്ധിനഗറിലാണ്. അപ്പോൾ ഒരു ഐ സ്റ്റിൽ റിമെമ്പർ ഏപ്രിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. നല്ല ചൂട്. റെഗുലേറ്ററിനെ പോയി കണ്ടു. റെഗുലേറ്ററിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു, ഇങ്ങനെയാണ് ഞങ്ങളുടെ വിഷൻ, ഇങ്ങനെയാണ്. അപ്പോൾ വെരി ഹെൽപ്ഫുൾ റെഗുലേറ്റേഴ്സ്. അവരും ദേ ആർ ഓൾസോ വാണ്ടിങ് ദ എൻറ്റയർ ഇക്കോസിസ്റ്റം ടു ഗ്രോ. അപ്പോൾ അവരും ദേ അണ്ടർസ്റ്റുഡ് അവർ പ്ലാൻ. അവരും പറഞ്ഞു യു ക്യാൻ ഡു ഓൾ ദിസ്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ഞങ്ങൾ വി വർ വെരി പെർട്ടിക്കുലർ അബൌട്ട് ഈസ്, ഞങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും വി വാണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ എ റെഗുലേറ്ററി ഫാഷൻ. അതായത് വി വാണ്ടഡ് ടു ബി ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലോ. വി വാണ്ടഡ് ടു ഗീവ് എ പ്രോഡക്റ്റ് വിച്ച് ഈസ് compliant and 100% safe to the investor. അത് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് സിറ്റിയിൽ പോയിട്ട് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതായത് ഞങ്ങൾക്ക് ആസ് വി സ്പീക്ക് വി ഹാവ് 3 ലൈസൻസസ്. ഒന്ന് പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് ഉണ്ട്, ഒന്ന് ബ്രോക്കർ ഡീലർ ലൈസൻസ് ഉണ്ട്, ഒന്ന് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് മുഖാന്തരമാണ് ഫിക്സ്ഡ് ഇൻകം പ്രൊഡക്ട്സ്, അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യണത്.
മ്യൂച്വൽ ഡിസ്ട്രിബ്യൂട്ടർ ലൈസൻസ് മുഖാന്തരമാണ് മ്യൂച്വൽ ഫണ്ട്, ഇപ്പോൾ ടാറ്റ മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കണം, അത് ഞങ്ങൾ ചെയ്യണത്. ഒരു ഐ വിൽ ഗിവ് യു സ്നീക്ക് പീക്ക്, ഒരു ബ്രോക്കർ ഡീലർ ലൈസൻസ് മുഖാന്തരം IPO is also coming up in Gift City. അപ്പോൾ that also you will be able to buy it from Belong app. This is a very sneak peek. ഞങ്ങൾ ആദ്യമായിട്ടാണ് റിവീൽ ചെയ്യുന്നത്. റീസെന്റ് ഒരു IPO വന്നല്ലോ അല്ലേ? അല്ല, അത് വന്നിട്ടില്ല. അത് എന്താ DRHP ഫയൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വന്നിട്ടില്ല. It's planned in next 1-2 months that you will be able to, as a NRI, you will be able to invest through Belong. റൈറ്റ്. അപ്പോൾ അതിൽ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NRIസിന് മാത്രം ആണോ ഗിഫ്റ്റ് സിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക, അതോ ഇത് ഇന്ത്യക്കാരന്, ഇന്ത്യൻ റെസിഡൻറ്റിന് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒരു ആക്സസ് ആയിട്ടും ഗിഫ്റ്റ്സിനെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ഒരു ഗ്ലോബൽ ആക്സസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഇപ്പോൾ US മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് സിറ്റി മുഖാന്തരം ചെയ്യാം. അത് കുറച്ചും കൂടെ സേഫാണ്, കുറച്ചും കൂടെ പ്രോസസ്സ് ഈസിയാണ്. പക്ഷെ പ്രൈമറി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് സിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് NRIസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് പുറത്തുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് മൗറീഷ്യസിലോ ഇത് ദുബായിലാണെങ്കിൽ DIFCയിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അത് എന്തുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൂടാ, അങ്ങനത്തെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുത്തുകൂടാ എന്നുള്ള കോൺസെപ്റ്റിൽ കൊണ്ടാണ് ഗിഫ്റ്റ് സിറ്റി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഗിഫ്റ്റ് സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലത്തെ ബാങ്കുകൾ തന്നെ, അതായത് ഈ നമ്മൾ HDFC പറഞ്ഞു, കോട്ടക് പറഞ്ഞു, ഈ ബാങ്കുകൾ തന്നെ ഗിഫ്റ്റ് സിറ്റിയുടെ ബ്രാഞ്ചുകളായിട്ട് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓഫ് ഷോർ ബ്രാഞ്ചസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. സോ ഇറ്റ് ഈസ് നോട്ട്, അവിടെ റുപ്പി is a foreign currency. Right? അപ്പോൾ മെയിനായിട്ട് ഡോളറാണ് അവിടെ ട്രാൻസാക്ഷൻ. ബട്ട് യു ക്യാൻ ഡു, ദർ ആർ 12 currencies which is approved by IFSCA. IFSCA ആണ് ഗിഫ്റ്റ് സിറ്റിയുടെ റെഗുലേറ്റർ. സോ അവിടെ RBIക്കും സെബിക്കും ഒന്നും റോള് വരുന്നില്ല? റോള് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFSCA ആണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞില്ലേ. IFSCA യൂണിഫൈഡ് റെഗുലേറ്റർ ആണ്. അപ്പോൾ RBIയുടെ പവറും സെബിയുടെ പവറും IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേഷൻ, IRDAയുടെ പവറും PFRDA, ഈ എല്ലാ പവറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന എൻറ്റിറ്റിയാണ് IFSCA. സോ ഇവരുടെ എല്ലാ പവറും IFSCAക്ക് ഉണ്ട്. IFSCA ആ ജൂറിസ്ഡിക്ഷൻ മാത്രം നോക്കുന്നുള്ളൂ, ഗിഫ്റ്റ് സിറ്റി എന്നുള്ള ജൂറിസ്ഡിക്ഷൻ മാത്രം നോക്കുന്നുള്ളൂ. പക്ഷെ എല്ലാ പവറും അവർക്കും ഉണ്ട്. റൈറ്റ്. ഓക്കെ. അപ്പോൾ ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുന്നതും ആ പവർ മുഖാന്തരമാണ്. അതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗസറ്റ് വഴി ഇവർക്ക് ഈ പവറൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. ഓക്കെ. ഞാൻ ഈ അടുത്ത് അങ്കുറിൻ്റെ ഒരു കോഫൗണ്ടർ അങ്കുറിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അങ്കുർ അവിടെ വിസിറ്റ് ചെയ്തിട്ട് ആക്ച്വൽ കസ്റ്റം ക്ലിയറൻസ് കഴിഞ്ഞാൽ മാത്രമേ ഗിഫ്റ്റ് സിറ്റിയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം നമ്മൾ സാധാരണക്കാരൻ ഗിഫ്റ്റ് സിറ്റി കേൾക്കുമ്പോൾ നമുക്കതൊരു കോൺസെപ്റ്റാണ്, ഇന്ത്യയിൽ ഒരു ഓഫ് ഷോർ ഏരിയ പോലെ ഉണ്ട് എന്നൊരു കോൺസെപ്റ്റ് മാത്രം. അത് ആക്ച്വൽ കൺട്രി വിതിൻ കൺട്രി പോലെയാണ് ആക്ച്വലി ഫിസിക്കലി എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്റ്റ് ആയിരുന്നു. കറക്റ്റ്. അത് ഞങ്ങളുടെ ഇൻസൈഡ് ജോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ചോദിക്കും, പാസ്പോർട്ട് എടുത്തു? പാസ്പോർട്ട് ഇല്ല. പക്ഷേ ഒരു കസ്റ്റം എൻട്രി പോയിന്റ് ഉണ്ട്. കാരണം ഇത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. അപ്പോൾ ഒരു കസ്റ്റംസ് എൻട്രി പോയിന്റ് ഉണ്ട്. പക്ഷേ പാസ്പോർട്ട് ചോദിക്കില്ല. ഞങ്ങൾ കളിയാക്കി പറയാം. എനിക്കൊന്നും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിരിക്കും. കാരണം ആൾക്കാർക്ക് ഈ വിസിബിലിറ്റി വന്നിട്ടില്ല ഗിഫ്റ്റ് സിറ്റി എന്താണെന്നുള്ളത്. ആക്ച്വലി ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കോ ബിൽഡ് ചെയ്യുന്നവർക്കോ മാത്രമാണ് ചെറിയ ക്ലാരിറ്റി എങ്കിലും ഉള്ളത്. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. പക്ഷെ ഞാനിതിൽ കുറച്ച് ഡേറ്റ പറയാം. അതായത് എൻ്റെ ലാസ്റ്റ് അറിവ് പ്രകാരം 32 ബാങ്ക്സ് ഗിഫ്റ്റ് സിറ്റിയിലുണ്ട്. അതായത് ഇന്ത്യയിൽ ഏതൊക്കെ ബാങ്ക് ഉണ്ടോ ഒട്ടുമിക്ക ബാങ്കുകളും ഗിഫ്റ്റ് സിറ്റിയിൽ ബ്രാഞ്ചസ് ഉണ്ട്. കാരണം ഇത് ഓഫ് ഷോർ സെൻറ്റർമാരി ബ്രാഞ്ചസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് അതായത് ഫണ്ട് മാനേജ്മെൻറ്റ് എൻറ്റിറ്റീസ് ഒരു 200ഓളം ഫണ്ട് മാനേജ്മെൻറ്റ് എൻറ്റിറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് എ ത്രൈവിംഗ് ബിസിനസ്. ഇത് തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇറ്റ് ഈസ് പിക്കിംഗ് അപ്പ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ബിസിനസ് ദാറ്റ് ഇസ് കമ്മിങ്, ഒരു ഇഫ്സ്കയുടെ ബുള്ളറ്റിൻ they release it every quarter. ആ ബുള്ളറ്റിൻ നോക്കുകയാണെങ്കിൽ യു വിൽ സീ ദ ഗ്രോത്ത്. അതായത് NRIസിൻ്റെ ഡെപ്പോസിറ്റ് അവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങളും ഒരു പാട്ടാണ്. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഗ്രോ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. അത് NRIസിന് മാത്രമല്ല, അത് കോർപ്പറേറ്റ് മൾട്ടിപ്പിൾ തിങ്സ് ഓൾസോ ഹാപ്പൻ ഫ്രം ദെയർ. അതായത് എക്സ്റ്റേണൽ ബോറോയിങ് ഹാപ്പൻസ് ഫ്രം ദെയർ, മൾട്ടിപ്പിൾ തിങ്സ് ഹാപ്പൻ ഫ്രം ദെയർ. സോ ഇറ്റ്സ് എ സിറ്റി ഡെവലപ്ഡ് ഫോർ
സ്പെഷ്യൽ പർപ്പസസ് ഫോർ ഓൾ നോൺ INR ട്രാൻസാക്ഷൻസ്. റൈറ്റ്. ഞാൻ റീസെൻ്റ്ലി ഒരു ഫിൻടെക് ഇവൻറ്റിന് പോയ സമയത്ത് അവിടെ DSP മ്യൂച്വൽ ഫണ്ടിൻ്റെ കൽപ്പൻ പരീഖ് പുള്ളി പറയുന്നുണ്ടായിരുന്നു ഗിഫ്റ്റ് സിറ്റി നമ്മൾ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞു ആൻഡ് ദർ എക്സ്പെക്ടിങ് ഹ്യൂജ് ഇൻഫ്ലക്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ത്രൂ ഗിഫ്റ്റ് സിറ്റി. അതെ. സോ അത് എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആയിരുന്നു. ഓൾസോ പരാഗ് പരീഖിൻ്റെ രാജീവ് താക്കർ പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ ഇവരൊക്കെ വെരി പോസിറ്റീവ് അബൌട്ട് ഗിഫ്റ്റ് സിറ്റി. കാരണം ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വേണമെന്ന് ആഗ്രഹമുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കുമല്ലോ അവർ. അതെ, തീർച്ചയായിട്ടും. അത് പറഞ്ഞപ്പോഴാണ് DSPയുടെ മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി ഫോർ റെസിഡന്റ് ഇന്ത്യൻസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടാണ്. അതായത് അവര് ഇറ്റ് ഈസ് എ ഔട്ട് ബൗണ്ട് ഫണ്ട്, റൈറ്റ്? സോ റെസിഡന്റ് ഇന്ത്യൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഫണ്ട് പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ റെസിഡന്റ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ആദ്യത്തെ ഫണ്ടാണ് DSP. ഇന്ത്യക്കാർ ഗ്ലോബൽ മാർക്കറ്റ്സ് ആക്സസ് ചെയ്യാം. കറക്റ്റ്. ഞാൻ കേട്ടിട്ട് US നമുക്ക് ഇപ്പോൾ US നിന്നുകൊണ്ട് ഏത് രാജ്യത്തെ ETFs നമുക്ക് ആക്സസ് കിട്ടും. കറക്റ്റ്. ഇപ്പോൾ വിയറ്റ്നാം, ഹോങ്കോങ്, അവിടെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ബ്രസീൽ. കറക്റ്റ്. സോ അതൊക്കെ മേ ബി നമുക്ക് ഈ റൂട്ടിലൂടെ ഓപ്പൺ ആയി വരും. എല്ലാം ഓപ്പൺ ആയി വരുന്നുണ്ട് ആക്ച്വലി. ഇപ്പോൾ US മാത്രമല്ല, ഇപ്പോൾ എല്ലാ ലൊക്കേഷനിലും സിംഗപ്പൂരിലും ഒരുപാട് ഓപ്ഷൻസ്. പണ്ട് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി SGX നിഫ്റ്റി ആയിരുന്നു, അത് സിംഗപ്പൂരിലായിരുന്നു ലിസ്റ്റ്. അതിപ്പോൾ അത് മാറി ഗിഫ്റ്റ് നിഫ്റ്റി ആയി, റൈറ്റ്? അപ്പോൾ ഇതെല്ലാം ഇവിടേക്ക് വരും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. വി ആർ അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. വി ആർ അറ്റ് ആക്ച്വലി ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഇതുപോലെ തുടക്കത്തിൽ പറഞ്ഞല്ലോ NRIസിനെ ബാങ്കിങ് പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ പോയിട്ട് ആ കോംപ്ലിക്കേഷൻ എടുത്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ളത്. അതെ. നമ്മുടെ ഇപ്പോൾ എൻ്റെ ചാനലിലെ ഫോളോവേഴ്സ് ഒക്കെ ഇതുപോലെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ പറയും ഈ NRI അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അവിടെ നിന്നുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അവർ എല്ലാം ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നൊക്കെ പറയെങ്കിലും അവരിങ്ങനെ ബന്ധപ്പെടുന്നു, അവിടെ റെസ്പോൺസ് വരുന്നില്ല. ബാങ്കുകളുടെ സിസ്റ്റം അങ്ങനെയാണല്ലോ നാട്ടിൽ. പിന്നെ അവരേതെങ്കിലും കുടുംബക്കാരെ വിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഹാസിലൂടെ പോകേണ്ടി വരും അവർ. അതുകൊണ്ട് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് പോലും പോസിബിൾ അല്ല. ഇപ്പം ഇന്ന് ചെയ്യാൻ വിചാരിച്ചാൽ മാസങ്ങൾ എടുക്കും ഓക്കെ വരാൻ. അതൊരു പരിഹാരം ആവുമായിരിക്കും ഗിഫ്റ്റ് സിറ്റി ഹോപ്പ്ഫുള്ളി. തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആസ് എ മലയാളി നമ്മുടെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 പേരെങ്കിലും പുറത്തുണ്ട്, പ്രവാസികളുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ അത് ആക്ച്വലി കണ്ട് വളർന്നു വന്നതാണ്. ആക്ച്വലി ഇപ്പോൾ NRO അക്കൗണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻറ്റ് ഇന്ത്യൻസിന് വേണ്ടി മെയിനായിട്ട് കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ബാങ്കിലേക്ക് വരും, KYC ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പോവും, KYC ചെയ്യും. പക്ഷേ ഇത് വ്യത്യാസം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ NRI ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലില്ല. അപ്പോൾ KYC ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? നമ്മുടെ വീഡിയോ KYC ചെയ്യണമെങ്കിൽ തന്നെ ഇന്ത്യയിലായിരിക്കണം, അല്ലെങ്കിൽ വീഡിയോ KYC ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വരുന്ന കാരണം ദ എൻറ്റയർ KYC പ്രോസസ് ഇസ് ബ്രോക്കൺ, റൈറ്റ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കാം, നമ്മൾ നാട്ടിൽ വരുമ്പോൾ ചെയ്തുകൂടെ? നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്, റൈറ്റ്? ഞാൻ ബാംഗ്ലൂരാണ്, അച്ഛനമ്മയും നാട്ടിലാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ തന്നെ എൻ്റെ ഓൾറെഡി റുട്ടീൻ പ്ലാൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബാങ്ക് വിസിറ്റും കൂടെ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട്. അതെ. ഓക്കെ. സോ ഇത് നമുക്ക് ജസ്റ്റ് NRIs ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങി. അപ്പം ഈ പോഡ്കാസ്റ്റ് ഉദ്ദേശം നമ്മൾ പറഞ്ഞു നമുക്ക് NRIസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻസൈറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. കറക്റ്റ്. സോ ഏറ്റവും ആദ്യമായിട്ട് ആ ഡയറക്ഷനിൽ ചോദിക്കാനുള്ള ചോദ്യം, എപ്പോഴാണ് ഒരാൾ NRI ആവുന്നത്? അതൊക്കെ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നൊരു സമയം കൂടിയാണ്. ഇപ്പോൾ യങ്കർ ജനറേഷന് ധാരണ ഇല്ലാത്തൊരു ഏരിയ കൂടി ആയിരിക്കാം. എപ്പോഴാണ് ഒരാൾ NRI ആവുന്നത്? ഇതിലൊരു ട്വിസ്റ്റ് പറയാം. ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, എൻ്റെ കയ്യിലൊരു ലോങ് ടേം വിസ ഉണ്ട്. അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു വർക്ക് പെർമിറ്റ് ഉണ്ട്. എനിക്ക് ദുബായിലോ US-ലോ ജോലി കിട്ടി, ഞാൻ പോവാൻ നിൽക്കുകയാണ്. ഞാൻ ഇന്ത്യ വിട്ടിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ NRI ആണ്. എനിക്കൊരു NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഇതിൽ രണ്ട് ക്രൈറ്റീരിയ ആണ്. ഒന്ന് FEMA ഗൈഡ് ലൈൻ ആണ്, ഒന്ന് ഇൻകം ടാക്സ് ഗൈഡ് ലൈൻ ആണ്. ഇത് രണ്ടും വേറെ വേറെയാണ്. ഒന്ന് ടാക്സ് പർപ്പസിന് വേണ്ടിയാണ്, ഒന്ന് FEMA NR റെഗുലേഷൻസിന് വേണ്ടിയിട്ട് FEMA ഗൈഡ് ലൈൻസ്. ഇൻകം ടാക്സ് ഗൈഡ് ലൈൻസിന് ബേസിക്കലി എങ്ങനെ ടാക്സ് ചെയ്യണം, അതായത് എന്ത് ഇൻകം ടാക്സ് ചെയ്യണം, എന്ത് ഇൻകം ടാക്സ് ചെയ്യണ്ട, ഇതിന് വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഗൈഡ് ലൈൻ. ആ ഇൻകം ടാക്സ് ഗൈഡ് ലൈനിൽ പ്രകാരം ഇഫ് യു ആർ ഔട്ട് ഓഫ് ദ കൺട്രി ഫോർ ഗ്രേറ്റർ ദാൻ 182 days നിങ്ങൾ ഒരു NRI ആണ്, റൈറ്റ്? അതാണ് ഇൻകം ടാക്സിൻ്റെ ഗൈഡ് ലൈൻസ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ITR ഫയൽ ചെയ്യുമ്പോൾ തന്നെ കാണും,
അത് ഹാവ് യു ബീൻ അവേ ഫ്രം ഇന്ത്യ ഫോർ ഗ്രേറ്റർ ദാൻ 182 ഡേയ്സ് Yeah. എന്ന് കാണും. അത് ആണെങ്കിൽ നിങ്ങൾ NRI ആണ്. Okay. റൈറ്റ്. അത് കുറച്ച് 2-3 വേറെ ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. Right. ഫെമ ഗൈഡ് ലൈൻസ് പ്രകാരം നിങ്ങൾ അതായത് ലോങ് ടേം വിസിറ്റിനും ലോങ് ടേം ഗോയിങ് അബ്രോഡ് വിത്തൗട്ട് എ പ്ലാൻ ഓഫ് കമ്മിങ് ബാക്ക് ആൻഡ് സെറ്റിലിംഗ് ഹിയർ എന്നുള്ളതെങ്കിൽ നിങ്ങൾ NRI ആണ്. അപ്പോൾ എനിക്ക് വർക്ക് വിസ ഉണ്ട്, ഞാൻ ഇതുവരെ ഞാൻ പോകാൻ നിൽക്കുകയാണ് ആണെങ്കിലും എനിക്ക് ഒരു NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫെമ വഴിയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് നടക്കുന്നത്. മറ്റേ കേസ് വരുന്നത് ഇൻകം ടാക്സിൻ്റെ കേസിലാണ്. കറക്റ്റ്. അപ്പോൾ പോപ്പുലറായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഇൻകം ടാക്സിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ്. അതെ, റൈറ്റ്. ഓക്കെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതാണ് കുറച്ചും കൂടെ അറിവ്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പൈസ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് എന്തുകൊണ്ട് ഡിഡക്റ്റ് ആയി എന്ന് പറയുമ്പോൾ അത് ഇൻകം ടാക്സ് കൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മറ്റേത് നമ്മൾ അത്ര ആലോചിക്കില്ല. കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആ ഫീൽഡാണ്, അതുകൊണ്ട് ഇൻകം ടാക്സ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ NRIs ഫേസ് ചെയ്യുന്ന ആ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് അറിയില്ലായ്മയുടെ കാര്യം പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് NRO അക്കൗണ്ടിൻ്റെ കാര്യം. അതായത് പലരും പുറത്ത് പോകുമ്പോൾ അത് അവരുടെ മാത്രം പ്രശ്നമല്ല. എൻ്റെ സിസ്റ്റർ UK യിലാണ്. അപ്പോൾ അവൾ ഇതുപോലെ പോയ സമയത്ത് ബാങ്ക് മാനേജർ പറഞ്ഞു NRO അക്കൗണ്ട് ആക്കണ്ട, മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ബാങ്കിലെ ഒഫീഷ്യൽസ് പോലും പറയുന്നത്. ബട്ട് ഫെമ റെഗുലേഷൻ പ്രകാരം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം NRO അക്കൗണ്ട് ആക്കിയിരിക്കണം. അപ്പം അത് ആ റൂൾ അറിയെങ്കിൽ പോലും ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യില്ല. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് ഉണ്ടോ ഒരു പുതിയ NRI ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? NRO അക്കൗണ്ട് കൺവേർട്ട് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആസ് എ NRI ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ നോർമൽ സേവിങ്സ് അക്കൗണ്ട്, അതായത് റെസിഡൻറ്റ് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല. റൈറ്റ്. യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു NRO അക്കൗണ്ട്. റൈറ്റ്. അത് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ പെനൽറ്റിയും കൂടെ ഉണ്ട്. ആ പെനൽറ്റി കാൽക്കുലേഷൻ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഡേയ്സ്, എമൗണ്ട് എക്സെട്ര. അത് ഒരു കാൽക്കുലേഷൻ ആണ്, എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. എന്തൊരു കാൽക്കുലേഷൻ ആണ് അത്, ദാറ്റ് ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി നൗ. പക്ഷേ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ യു ആർ ലയബിൾ ടു പേ. റൈറ്റ്. ഇഫ് എ ക്വസ്റ്റ്യൻ കംസ് ആസ് പെർ ലോ യു ആർ ലയബിൾ ടു പേ. ഇതിൽ 2 കാര്യങ്ങളുണ്ട് അശ്വിൻ. ഒന്ന്, നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ട് കൺവേർട്ട് ചെയ്യാൻ, NRO അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന്, അത് നമ്മൾ ചെയ്യണം, നമ്മുടെ പേപ്പർ വർക്ക് റെഡി ആയിട്ട് വെക്കണം. പിന്നെ അത് ബാങ്കിൽ കൊടുത്ത് ബാങ്ക് അത് കൺവേർട്ട് ചെയ്യണം. രണ്ടും ഒരു tedious പ്രോസസ്സാണ്. അത് കാരണമാണ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും നമ്മളത് ഡിലേ ചെയ്ത്, മാക്സിമം ഡിലേ ചെയ്ത് പിന്നെ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. ഇതിൽ 2 പ്രശ്നങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ് എ NRI ഞാൻ ഇന്ത്യയിലേക്ക് പൈസ കൊണ്ടുവരികയാണെങ്കിൽ, റൈറ്റ്, ദാറ്റ് എമൗണ്ട് ഈസ് കംപ്ലീറ്റ്ലി റിപ്പാട്രിയബിൾ. അതിപ്പോൾ എനിക്ക് NRI അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന പൈസ ഒരു ഇന്ത്യൻ സേവിങ്സ് അക്കൗണ്ടിലേക്കാണ്, അത് റിപ്പാട്രിയബിൾ ആവില്ല. റൈറ്റ്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഞാനിപ്പോൾ ഐ ഗിവ് യു എ ക്ലാസിക് എക്സാമ്പിൾ. ഞാൻ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പൈസ അയച്ചു കൊടുത്തു, പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ പൈസ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഉടനടി ട്രാൻസ്ഫർ ചെയ്യാം അവരുടെ അക്കൗണ്ടിൽ നിന്ന്. പക്ഷെ ഞാനിപ്പോൾ പുറത്താണെന്നെങ്കിൽ അവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈസിലി റിപ്പാട്രിയബിൾ അല്ല. നേരെ മറിച്ച് ഒരു NRI അക്കൗണ്ടിലേക്കാണ് അയക്കുന്നതെങ്കിൽ അത് 100% ഫ്രീലി റിപ്പാട്രിയബിൾ ആണ്. റൈറ്റ്. അതൊന്ന്. 2, മോസ്റ്റ് ഓഫ് എസ് നമുക്കൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടാവും. റൈറ്റ്. നമ്മളത് റെൻറ്റിന് കൊടുക്കും. ആ റെൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെൻറ്റ് TDS ഡിഡക്ട് ചെയ്തിട്ടായിരിക്കണം റെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അത് മിക്കവർക്കും അറിയില്ല. റൈറ്റ്. ഇറ്റ് ഈസ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അത് നമ്മൾ വേണം ചെയ്യണതല്ല, ഇറ്റ്സ് എ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മൂന്നാമത്തത്, നമ്മൾ അവിടെ ഹാർഡ് ഏൺ ചെയ്യണ മണി നമ്മൾ INRലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലിടും. റൈറ്റ്. എസ്പെഷ്യലി മലയാളികൾക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ, ഐ മീൻ വി ആർ ഗ്രോൺ അപ്പ് ലൈക്ക് ദാറ്റ്. റൈറ്റ്. ഞാൻ അച്ഛനും അമ്മേനൊക്കെ എൻ്റെ നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് അവർക്ക് അറിയണ കാര്യം. അന്ന് മ്യൂച്വൽ ഫണ്ടും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇറ്റ് ഈസ് ഇൻഗ്രെയിൻഡ് ഇൻ ആർ ബ്ലഡ്. റൈറ്റ്. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലിടും. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ, ഈസ് ഇറ്റ് എ ഗുഡ് ഇനഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഈസ് മൈ മണി വർക്കിംഗ് ഇനഫ് ഫോർ മീ? I have earned my money, right? It is a hard earned money. I am away from family.
ഞാൻ വല്ലപ്പോഴും നാട്ടിലേക്ക് വരുന്നു, ഓണത്തിനില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഈസ് മൈ മണി ഗെറ്റിംഗ് മീ ഇനഫ്? ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാ NRIസും ചോദിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ആം ഐ മേക്കിംഗ് ദ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്? എസ്പെഷ്യലി മലയാളികൾക്ക് നമുക്ക് ഒരു ഡ്രീമാണ് ഒരു വീട് കെട്ടുക എന്ന് പറയുന്നത്. ഇമോഷണലാണ്. അപ്പോൾ ഒട്ടുമിക്ക ഈവൻ ഐ ആം ഇമോഷണൽ, റൈറ്റ്? ഒരു സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ എവറിബഡി ഈസ്. പക്ഷേ ഈസ് ദാറ്റ് എ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മൾ അവിടെ പോയി പണിയെടുത്ത് നമ്മൾ ഇവിടെ വീട് കെട്ടുന്നു, റൈറ്റ്? വളരെ വലിയ വീട് കെട്ടുന്നു. അത് ഇറ്റ്സ് എൻ ഇമ്മൂവബിൾ അസെറ്റ്. ഈസ് ഇറ്റ് ഗിവിങ് അസ് ദ റിട്ടേൺസ് ദാറ്റ് ഇറ്റ് ഈസ് റിക്വയർഡ്? അതൊക്കെ നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് വളരെ ക്രിട്ടിക്കലാണ്. കാരണം വെച്ചാൽ നമ്മൾ തിരിച്ചു വന്ന് റിട്ടയർ ചെയ്ത് ജീവിതം ജീവിക്കുമ്പോൾ ഹാവ് മൈ മണി ഗിവൻ മീ ദ റിട്ടേൺസ് ദാറ്റ് ഐ എം എക്സ്പെക്ടിങ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ്? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ്. അതൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ ദാറ്റ് വി പ്ലാൻ വൈസ്ലി. ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്. പക്ഷേ ഒരു തമ്പ് റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഏജ്, സോ ഫോർ എക്സാമ്പിൾ somebody in their 30s, right, can have 70% of their portfolio as market linked investments. 30% debt അല്ലെങ്കിൽ liquid investments ആവാം, റൈറ്റ്? അത് ഇപ്പോൾ 30-40 ആയി കഴിഞ്ഞാൽ അത് കുറച്ച്, അതായത് മാർക്കറ്റ് എക്സ്പോഷർ റീബാലൻസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് റീബാലൻസ് ചെയ്യേണ്ടത് വളരെ ക്രിട്ടിക്കലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഒട്ടുമിക്ക പേരും നമ്മുടെ പിള്ളേരെ നമുക്ക് പുറത്തു പോയി പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ പൈസ ഇവിടെ നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ അത് നമുക്ക് വീണ്ടും റീകൺവേർട്ട് ചെയ്തിട്ട് അവരുടെ USD അക്കൗണ്ടിലേക്ക് അയക്കണം, അല്ലെങ്കിൽ എവിടെ പോകുന്നു ആ രാജ്യത്തേക്ക് അയക്കണം. അപ്പോൾ നമ്മൾ ഈ വെറുതെ കറൻസി കൺവേർഷന് വെറുതെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ട ആസ്പെക്ട്സ്. എക്സ്ചേഞ്ച് റേറ്റിന് നഷ്ടം വരാം, റുപ്പി ഡീവാലുവേഷനും ഡിപ്രീസിയേഷൻ കൊണ്ട് നഷ്ടം വരാം. അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ, കാരണം വെച്ചാൽ നമ്മൾ വലിയ വീടാണ് കെട്ടുക, ഐ മീൻ ഇറ്റ് ഈസ് എ ഡ്രീം ഫോർ എവ്രി വൺ. അപ്പോൾ അത് നമ്മൾ അധികം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് വേണ്ട റിട്ടേൺ കിട്ടില്ല. അപ്പോൾ അത് ഒരു റീബാലൻസ്ഡ് അപ്രോച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് വളരെ ക്രിട്ടിക്കലാണ്. റൈറ്റ്, ഓക്കെ. ഈ NRI അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് രണ്ടും ഡിഫറൻസുകൾ ഒന്ന് പറയും. അപ്പോൾ ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യാൻ പറ്റുക? സോ അത് പറയാം. NRO അക്കൗണ്ടിൽ എനിക്ക് ഇന്ത്യയിൽ എന്തൊക്കെ വരുമാനമുണ്ടോ അതൊക്കെ NRO അക്കൗണ്ടിലേക്ക് വരാം, ഓക്കെ, റൈറ്റ്? ആ അക്കൗണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ടാക്സബിൾ ആണ്, മനസ്സിലായില്ലേ? അതിന്ന് പുറത്തേക്ക്, അതായത് റിപ്പാട്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്ന് ലിമിറ്റും ഉണ്ട്. അതിന് റിപ്പാട്രിയേഷൻ ചെയ്യേണ്ട സമയത്ത് എനിക്ക് ചിലപ്പോൾ 15 CACB ഫോം ഫിൽ ചെയ്യേണ്ടി വരും. അപ് ടു 1 million ഐ ക്യാൻ സെൻഡ് അബ്രോഡ്, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നേരെ മറിച്ച് NRE ആണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി റിപ്പാട്രിയബിൾ, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, റൈറ്റ്? അത് കൂടാതെ അതിന്ന് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എനിക്ക് ടാക്സ് ഫ്രീ ആണ്. ഞാൻ ഇത് ഇന്ത്യയിലത്തെ കാര്യമാണ് പറയുന്നത്. ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ US you will have to show this income as well. പക്ഷേ നേരെ മറിച്ച് UAE-ലാണെങ്കിൽ UAE-ൽ ടാക്സ് ഇല്ലല്ലോ, ഇൻകം ടാക്സ് ഇല്ല. അപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ, റൈറ്റ്? സോ NRE-ലാണെങ്കിൽ എനിക്ക് വരുന്ന, അതായത് എൻ്റെ ഫോറിൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അയക്കുന്ന പൈസ മുഴുവൻ NRE-ലേക്ക് അയച്ചാൽ എനിക്ക് ഫുള്ളി റിപ്പാട്രിയബിൾ ആണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുപോകാം. പക്ഷേ ഇറ്റ് ഈസ് ഇൻ INR, ഇറ്റ് ഈസ് നോട്ട് ഇൻ ഡോളർ ഓർ AED ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഏത് അക്കൗണ്ട് എന്ത് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. നാട്ടിലെ ഇപ്പം റെന്റോ കിട്ടുകയാണെങ്കിൽ NRO ആയിരിക്കും, NRO-ലേക്ക് വരണം. അത് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ NRE ആയിരിക്കും. അതെ, NRE ഇൻവെസ്റ്റ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ എനിക്കൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് ആണെങ്കിൽ NRE അക്കൗണ്ട് തന്നെ എനിക്ക് PIS അക്കൗണ്ട് വേണം, PIS വേണം. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, അതായത് NRIസിനെ ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എടുക്കാനും ഓരോരോ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്, റൈറ്റ്? ഇത് PIS അപ്രൂവൽ RBI എന്നാണ് വരുന്നത്. അപ്പോൾ ദാറ്റ് അപ്രൂവൽ ഹാസ് ടു ബി ടേക്കൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇതൊന്നും ഈ പ്രശ്നം എല്ലാം ഒഴിവാണ്. നിങ്ങൾക്ക് NRO അക്കൗണ്ടേ വേണ്ട. അതായത് നിങ്ങളിപ്പോൾ ദുബായിലാണെങ്കിൽ അവിടുത്തെ ഏത് അക്കൗണ്ട് ഉണ്ടോ ആ അക്കൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്.
ഡോക്യുമെന്റേഷൻ കുറച്ചുകൂടി ഈസി ആവും. ഡോക്യുമെൻ്റ് വളരെ ഈസിയാണ്, പ്രോസസ്സ് വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ ഈ എല്ലാം ഡിജിറ്റൽ ആയത് കാരണം ഇറ്റ് ഈസ് ഐ മീൻ ടൈം സോൺ ഡിഫറൻസ് വരുന്നില്ല. റൈറ്റ്. അപ്പോൾ സായി നേരത്തെ പറഞ്ഞു ബിലോങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി KYC ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ അതും വളരെ ഈസി ആക്കി പ്രോസസ്സ് മൊത്തം. അതെ. ഇതിൽ ഒരു വേറൊരു സ്നീക്ക് പീക്കും കൂടെ തരാം. ഞങ്ങൾ റെഗുലേറ്ററിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ടു മേക്ക് ദിസ് പ്രോസസ് ഈവൻ മോർ സീംലെസ്. ഓക്കെ. അപ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ട് ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ NRIക്ക് അവിടെ സ്വന്തം ആ രാജ്യത്തിലിരുന്ന് ഡിജിറ്റലായിട്ട് KYC ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും അവർക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് വരാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. ഇന്ത്യ മൊത്തം ഇമ്പ്രൂവ് ആവട്ടെ, ഇന്ത്യൻസ് ഇമ്പ്രൂവ് ആവട്ടെ. സോ ബിലോങ്ങിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഗിഫ്റ്റ് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള FD ആണ്. അതെ. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറും ആണ്. അപ്പോൾ എനിക്കൊരു പക്ഷേ FD അട്രാക്റ്റീവ് ആയിരിക്കില്ല തോന്നുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് FD ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു ബിലോങ്? എങ്ങനെയുണ്ട് റെസ്പോൺസ്? അതിൻ്റെ റീസൺ എന്തായിരുന്നു? ഒരു മലയാളിയായിട്ട് ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എനിക്കൊരു നാണക്കേടല്ലേ. കൾച്ചറൽ ഷോക്ക് അല്ല, പക്ഷേ ജോക്സ് അപ്പാർട്ട്, നമ്മൾ ഒരു പോർട്ട്ഫോളിയോ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഐ എം ഷുവർ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് ആർ മച്ച് മോർ ഹയർ, അത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാം ഒരു ബാസ്ക്കറ്റിലിട്ടില്ല. റൈറ്റ്. എല്ലാം നമ്മുടെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ്. അതൊന്ന്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് ചിലപ്പോൾ അത്ര ബൂമായിട്ട് നിൽക്കുന്ന സമയമായിരിക്കില്ല. റൈറ്റ്. പക്ഷെ നമ്മുടെ പൈസയുടെ ആവശ്യം ആ സമയത്താണ്. അത് നമുക്ക് വിഡ്രോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ ഈസിയാണ്, നഷ്ടം അധികമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 year കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഒരു 1% ആണ് ചാർജായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ദർ ഇസ് നോ അതർ ചാർജസ്. അപ്പോൾ അത് വളരെ ഈസിയാണ്. പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഇറോഡ് ആവുന്നില്ല. റൈറ്റ്. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. റൈറ്റ്. അപ്പോൾ ബിലോങ്ങിൽ ഇപ്പോൾ FD എത്രയായിരുന്നു റേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കറൻ്റ്ലി ആസ് ഓഫ് നൗ? ആക്ച്വലി ഇപ്പോൾ US ഫെഡ് റേറ്റ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 25 basis points കട്ടായി. ഞങ്ങളപ്പോൾ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് റിട്ടേൺസ് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ 6% റിട്ടേൺസ് വരെ കിട്ടുന്നുണ്ട്. ഓ നൈസ്. ഓക്കെ. ആൻഡ് ഇത് USD. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ INR റുപ്പി FDയുടെ റേറ്റ് തന്നെ ഏകദേശം 6ഉം 6.5ഉം ആ റേഞ്ചിലാണ്. ഇത് USDയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബിലോങ്ങിൽ? ആസ് എൻ ഇൻവെസ്റ്റർ കാശ് ഇടുന്നു, ആ കാശ് ബിലോങ്ങിൻ്റെ കയ്യിലേക്കാണോ വരുന്നത്? സോ ഹൗ ഡസ് ദിസ് സിസ്റ്റം വർക്ക്? അല്ല, അത് ഇത് നോർമൽ നമ്മളൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എങ്ങനെ ബാങ്കിൽ ചെയ്യുന്നോ അതേമാതിരിയാണ് ബിലോങ്ങിൻ്റെ കൂടെയും. അതായത് ഇൻവെസ്റ്റർ FD ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ബിലോങ് ഇസ് ഓൺലി എ പ്ലാറ്റ്ഫോം. ഞങ്ങളുടെ ബാങ്കിങ് പാർട്ട്ണർ ഉണ്ട്, RBL ബാങ്കാണ് ഞങ്ങൾ ബാങ്കിങ് പാർട്ട്ണർ. RBL ബാങ്കിൻ്റെ ഒപ്പമാണ് FD ബുക്ക് ആവുന്നത്. അവരുടെ ഗിഫ്റ്റ് സിറ്റി ബ്രാഞ്ച്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്ത്യയിലത്തെ ഒട്ടുമിക്ക ബാങ്കുകൾ അവിടെ ഉണ്ട്. അപ്പോൾ RBLൻ്റെ ഗിഫ്റ്റ് സിറ്റി ബ്രാഞ്ചിലാണ് ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബുക്ക് ആവുന്നത്. ആ FDയുടെ റെസീറ്റ് ഡയറക്റ്റ്ലി RBL ബാങ്ക് കസ്റ്റമറിൻ്റെ ഇമെയിൽ IDക്ക് അയക്കുകയാണ് ചെയ്യണത്. ബിലോങ് ഈസ് ജസ്റ്റ് എ പ്ലാറ്റ്ഫോം ടു ഫെസിലിറ്റേറ്റ് ദ എൻറ്റയർ പ്രോസസ്. റൈറ്റ്. സോ ആ നമ്മുടെ മണി മൂവ്മെൻറ്റിൻ്റെ പ്രോസസ്സും KYCയുടെ പ്രോസസ്സും ഈ ബാക്ക് എൻഡ് ബാങ്കായിട്ട് ടൈപ്പും ടാറ്റ മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള ടൈപ്പും അതൊക്കെ ചെയ്ത് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് ഇവർക്ക് NRIസിന് സീംലെസ് ആക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓക്കെ. ബേസിക്കലി ആ ഇൻവെസ്റ്ററുടെ പേരിൽ തന്നെ ഒരു FD അവിടെ ഉണ്ടാകപ്പെടുന്നു. അതെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. അതെ. ഓക്കെ. പിന്നെ റെഗുലേഷൻ വൈസ് ആണെങ്കിലും IFSC റെഗുലേറ്റ് ആയതുകൊണ്ട് ആ റിസ്കുകളും റെഗുലേറ്ററി റിസ്ക്കും കാര്യങ്ങളും ഇല്ല. അതിപ്പം ഇപ്പോൾ നിങ്ങളുടെ ഈ FD റെസീറ്റ് കിട്ടുന്ന റെസീറ്റ് നിങ്ങൾ ഏത് RBL ബാങ്കിൽ പോയി ചോദിച്ചാലും അത് അവർ പറയും ഇത് ഞങ്ങളുടെയാണ്, ഓണർ ചെയ്യും. ഓക്കെ. ഓൾ റൈറ്റ്. ശരി. അപ്പം ഇനി നേരത്തെ ടച്ചപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ്. നമ്മൾ പറഞ്ഞല്ലോ മലയാളികളുടെ കൾച്ചറൽ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊരു NRI സ്വാഭാവികമായിട്ടും പുറത്ത് പോയി കഴിഞ്ഞാൽ, NRI ആവണമെന്നില്ല, റെസിഡൻ്റ് ആണെങ്കിൽ പോലും ആദ്യം ഒരു വീട്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു FD, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അതായത് വൈഡ് ആയിട്ടുള്ളത്. ഇന്ത്യക്കാരും തന്നെ അങ്ങനെയാണ്, അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ്, ഇങ്ങനെയൊക്കെ.
അപ്പോൾ ഇന്നത്തെ കാലത്തും ഒരുപാട് അവന്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആളുകൾ എങ്ങനെ മാറി ചിന്തിക്കണം, അത് ഏതൊക്കെ അസറ്റ് ക്ലാസ്സുകൾ അവർ കൺസിഡർ ചെയ്യണം, എത്ര പെർസെൻറ്റേജ് വെച്ച് ഓരോന്നിലേക്കും അലക്കേറ്റ് ചെയ്യണം എന്നാണ് സായിയുടെ ഒപ്പീനിയൻ. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ എക്സ്ട്രീംലി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് റൈറ്റ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ തന്നെ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞു. അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനത്തെ ഞാൻ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഇവർ കൺട്രി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യും. അതായത് അവർ യു എസിൻ്റെ ഇക്വിറ്റി എടുക്കും, ഇന്ത്യയിൽ നിന്ന് എടുക്കും, ചൈനയിൽ നിന്ന് എടുക്കും, ജപ്പാനിൽ നിന്ന് എടുക്കും. മനസ്സിലായോ? അപ്പോൾ ദർ ഇസ് എ കൺട്രി ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഏതെങ്കിലും എവറി എക്കോണമി ഗോസ് ത്രൂ അപ്പ് ആൻഡ് ഡൗൺ റൈറ്റ്. സോ അവരുടെ കൺട്രി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണ കാരണം അവർക്ക് ആ they have that advantage that if one country is down the other country is up, right. So a benefit avarku kittum. Idu പക്ഷേ this product is not available for everyone because it's extremely high ticket size, right. So it's not available for every individual. Then people are also not aware. എല്ലാവർക്കും അത്ര ഇതിനെപ്പറ്റി ആലോചിക്കണം എന്നില്ല. ഇത് പക്ഷേ അശ്വിൻ പറഞ്ഞ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, അതായത് ഗിഫ്റ്റ് സിറ്റിയിൽ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ഉണ്ട് റൈറ്റ്. പക്ഷേ അതും ടിക്കറ്റ് സൈസ് ഹൈ ആണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് $150,000 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ദർ ഇസ് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ റൈറ്റ്. അതിൽ ദർ ആർ investments which are not available for common man. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺസ് ഉണ്ട്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ട്, അതേമാതിരി 2-3 മ്യൂച്വൽ ഫണ്ട്സ് വരുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി എ ബാലൻസ്ഡ് അപ്രോച്ച് അക്രോസ് ഓൾ ദീസ് റൈറ്റ്. ഇപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗോൾഡ് ഹാസ് ഗോൺ എക്സ്ട്രീംലി ഹൈ റൈറ്റ്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ്സും ഗോൾഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഇറ്റ് എ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഇപ്പോൾ എല്ലാവരും ചോദ്യമാണ് ഗോൾഡ് ETF ഏതാണ് ബെസ്റ്റ്, അങ്ങനെ എല്ലാവരും ചോദിക്കണം. അതിൻ്റെ ഇടയിൽ വേറൊരു തോട്ടം കൂടി ഉണ്ട്. ഗോൾഡിനേക്കാളും നന്നായിട്ട് സിൽവർ ചെയ്തിട്ടുണ്ട്. ഈ സിൽവർ റൈറ്റ് ഓപ്ഷൻ? അപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് മൈ വ്യൂ റൈറ്റ്. You should have a balanced approach. Just because one product is doing very well, അതിലേക്ക് നമ്മൾ ചായാൻ നമുക്ക് ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ റിട്ടേൺസ് കാണുന്നു, നമ്മൾ അതിലേക്ക് തീർച്ചയായിട്ടും ഒരു ചായ്വ് വരാം. പക്ഷെ ആ നമ്മൾ ചെയ്യുന്ന ചായ്വിലെ സമയത്തായിരിക്കും ചിലപ്പോൾ അത് തിരിച്ച് ഡൗൺ ആവുന്ന സമയം. സോ അങ്ങനെയല്ല ഇപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് പൈസ വേണ്ടത്. അതായത് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 5 കൊല്ലത്തിൽ എൻ്റെ മകള് ഹയർ സ്റ്റഡീസിന് പോകേണ്ട സമയമാണ്. അപ്പോൾ ഐ വുഡ് നീഡ് എ സർട്ടൻ എമൗണ്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ 5 വർഷത്തേക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ടച്ച് ദാറ്റ് എമൗണ്ട്. സോ ഐ വുഡ് വോണ്ട് ടു ലോക്ക് ഇൻ ദാറ്റ് എമൗണ്ട്. അത് I would want to invest in Indian market because Indian market നമ്മുടെ growth rate is around 6.5-6.7%. So one of the fastest growing economy. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് I want to lock in that period. I may have immediate requirement after let's say a year, right? അത് ചിലപ്പോൾ ഇയറിലേക്ക് I will not invest in stock markets or I will not invest in a mutual fund. I will want to keep it as a fixed deposit, 364 days or 365 days, which is giving me maximum returns. I'll invest in that. So it is always required to have a balanced portfolio, right? Now, what are the asset classes? They might fixed deposit avam, debt funds avam, equity linked funds avam, stock market avam. Stock market again ETFs ആവാം റൈറ്റ്. പിന്നെ ഗോൾഡ് ആവാം, സിൽവർ ആവാം. എല്ലാം ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഐ വുഡ് നോട്ട് റെക്കമെൻഡ്. ഹൈലി റിസ്കി, എക്സ്ട്രീംലി റിസ്കി, എക്സ്ട്രീംലി റിസ്കി. പക്ഷേ if I were to invest everything in fixed deposit, I will not get the return also. Exactly. So you should have a balanced approach. Neither at the other end of the scale or ഈ എൻഡ് ഓഫ് ദ സ്കെയിലിലും ആവാൻ പാടില്ല. റൈറ്റ്. അപ്പോൾ ഇതുപോലെ ഈ സിൽവറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ കോപ്പറിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു
അപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കും, നമ്മൾ തന്നെ ഇപ്പോൾ സംസാരിക്കാറുണ്ട് ഇതിനൊക്കെ പറ്റി. അതെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, ഗോൾഡാണ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ അതെ ഗോൾഡ് ആയിരിക്കും ബെറ്റർ. കാരണം പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, കറക്റ്റ് നമുക്ക് സ്റ്റഡീസ് ഉണ്ട്. കറക്റ്റ് സിൽവർ ഇസ് വെരി റിസ്കി. കറക്റ്റ് അപ്പോൾ നമുക്കൊരു പ്രോപ്പർ പോർട്ട്ഫോളിയോ ഉണ്ട്, കുറച്ച് എക്സ്ട്രാ ക്യാഷ് ഉണ്ട്, അത് വെച്ച് നമുക്കൊന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോയിൽ വേണമെങ്കിൽ സിൽവർ ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം ആ രൂപത്തിൽ. അപ്പോൾ ഇതിന്റെ പോയിന്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക, ആ രൂപത്തിൽ പ്ലാൻ ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ്. മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഐഡിയ വേണം, നമുക്ക് എപ്പോഴാണ് പൈസയുടെ ആവശ്യം. അതായത് മുഴുവൻ എക്സാക്ട്ലി ഡിറ്റോ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു റഫ് സ്കെച്ച് അതനുസരിച്ചിട്ട് നമുക്ക് എന്നാൽ പിന്നെ പ്ലാൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ 5 കൊല്ലത്തേക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് I don't need to put that in a fixed deposit. I can take a higher this thing. Then closer to 5 years ഞാൻ എപ്പോഴും മാർക്കറ്റ് ചെയ്തു, when it is higher I can redeem it. ഒന്ന് ഒരു മേ ബി റിഡീം ചെയ്തതിൻ്റെ 1 year മുന്നേ ഒന്ന് ആ പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുക. അതെ, മെല്ലെ മെല്ലെ വിഡ്രോ ചെയ്ത് തുടങ്ങുക. അതെ, റൈറ്റ്. ഓക്കെ. പിന്നെ ഇത് പല ഇൻകം റേഞ്ചിലുള്ള ആളുകൾക്ക് പല രീതിയിലായിരിക്കും സ്ട്രാറ്റജൈസ് ചെയ്യുക. അതെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുപോലെ കൺസൾട്ടേഷൻ സമയത്ത് സംസാരിക്കുന്ന ഒരുപാട് പല ടൈപ്പ് ആൾക്കാരുണ്ട്. ചിലർ നല്ല വെൽ ഓഫ് ആയിരിക്കും, നല്ല സാലറി ഉണ്ട്, വെൽ സെറ്റിൽഡ് ആയിരിക്കും. ചിലർ ബെയർലി ഒരു 4000-5000 രൂപ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഈ 2 പേരും 2 രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കാണാം. മേ ബി ആദ്യത്തെ ആൾക്ക് എന്താ ഒരു അധികം വലിയ ഓപ്ഷൻസിലേക്ക് പോകേണ്ടി വരില്ല. കറക്റ്റ്. ഒരു ലിമിറ്റഡ് ഒരു 2-3 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എടുക്കുക. കറക്റ്റ്. ആ രൂപത്തിൽ തന്നെയല്ലേ പ്രിഫർ ചെയ്യുക? അതെ, വളരെ വളരെ കറക്റ്റ്. ഇപ്പം നമുക്ക് എന്താ ഏറ്റവും വലിയ പേടി എന്താ, നമ്മൾ അധ്വാനിച്ച പൈസ നമുക്ക് നഷ്ടമായിരുന്നു. അതാണ് എല്ലാവരുടെയും തമ്പ് റൂൾ, റൈറ്റ്? നമുക്ക് അതിന് മാക്സിമം റിട്ടേൺസ് കിട്ടണം. അതിപ്പോൾ എനിക്ക് എത്ര പൈസ ഉണ്ടായാലും എനിക്ക് എത്ര പൈസ ഇല്ലെങ്കിലും എൻ്റെ തോട്ട് പ്രോസസ്സ് അത് തന്നെയാണ്, റൈറ്റ്? അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ചേഞ്ച് ആവില്ല. എനിക്ക് ചിലപ്പോൾ എമൗണ്ട് ആണ് ചേഞ്ച് ആവുന്നത്. അതായത് എക്സ്ട്രീംലി റിച്ച് ഗൈ മൈറ്റ് ബി ഇൻവെസ്റ്റിംഗ് $1 lakh ഇൻ ഇക്വിറ്റി മാർക്കറ്റ്. പക്ഷെ നേരെ മറിച്ച് if somebody is earning lesser, their investment pattern must be very less. അതായത് ചിലപ്പോൾ അവർ $1000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഒരു ഉദാഹരണം. പക്ഷെ ആ പാറ്റേൺ ചേഞ്ച് ആവില്ല. ഇറ്റ് ഹാസ് ടു ബി എ ബാലൻസ്ഡ് അപ്രോച്ച്. ഏതാണെങ്കിലും if you are earning lesser also, if you are earning more also, it's a balanced approach depending on the end results. അതായത് എനിക്കെപ്പോൾ ആവശ്യം വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് I need to have a balanced portfolio. ഏത് കാറ്റഗറി പോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. അത് ചെയ്തു തുടങ്ങുക, അത് ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് there is no end to it, right? അത് ഇപ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു ലുക്ക് ബാക്ക്. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ 2001 if I had picked up an index fund, it would have given me fantastic returns, right? 95 ഇൻഫോസിസിന്റെ ഷെയർ വാങ്ങിയിരുന്നു. അതെ, അത് hindsight everything, it's easier to make decisions, right? പക്ഷേ അത് പറഞ്ഞിട്ട് നമ്മളെല്ലാം കൊണ്ട് ഒരു ബാസ്ക്കറ്റിൽ ഇടരുത്. ഇറ്റ് ഹാസ് ടു ബി a strategic approach, and it has to have you need to have allocation across each of the asset class, right? Also ഇപ്പം നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ജനറലി ഒരു 6-7% അല്ലെങ്കിൽ 6% എന്നൊക്കെ പറയാറുള്ളൂ. എങ്കിലും എഡ്യൂക്കേഷൻ്റെ കേസ് പറഞ്ഞു, അല്ലെങ്കിൽ മെഡിക്കലിൻ്റെ കേസ് പറഞ്ഞു, ഇതൊക്കെ ഡബിൾ ഡിജിറ്റ്സിലാണ് ഇൻഫ്ലേഷൻ വരുന്നത്. 14% ഒക്കെയാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ ഒക്കെ, എസ്പെഷ്യലി മെഡിക്കൽ. കാരണം വെച്ചാൽ മെഡിക്കലിൽ ഇപ്പോൾ that is where we seeing the maximum cost that is coming up. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എവിടെയോ വായിക്കണ്ടായി, അതായത് NRIsന് ഇപ്പോൾ എടുക്കുന്ന ഇൻഷുറൻസ് മുഴുവൻ, ഹെൽത്ത് ഇൻഷുറൻസ് മുഴുവൻ അവരുടെ പേരൻസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ it's a real problem. അത് ഇൻഷുറൻസ് is also a part of the portfolio. Exactly. You should have insurance in your portfolio. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഒരു ദിവസം കാലിയാവും. അപ്പോൾ ഇൻഷുറൻസ് ഈസ് ഓൾസോ എ മസ്റ്റ്. അതും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോളർ ഇൻഷുറൻസ് ഉണ്ട്, റുപ്പി ഇൻഷുറൻസ് ഉണ്ട്. അതായത് ആസ് എൻ NRI you should look at the dollar insurance. കാരണം വെച്ചാൽ ഞാൻ പുറത്താണ്, റൈറ്റ്? എനിക്ക് വരുന്ന എമർജൻസി പറഞ്ഞിട്ടല്ല വരുന്നത്. അത് ചിലപ്പോൾ ഞാൻ പുറത്തായിരിക്കുന്ന സമയത്തായിരിക്കാം എനിക്ക് എമർജൻസി വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റുപ്പി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ ഇല്ലാതെയാവും. സോ ഐ നീഡ് ടു ലുക്ക് അറ്റ് ദാറ്റ്. സോ ഇൻഷുറൻസ് ഇസ് ഓൾസോ ഡെഫിനറ്റ്ലി പാർട്ട് ഓഫ് ദി പോർട്ട്ഫോളിയോ. റൈറ്റ്. നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, ഏറ്റവും ആദ്യം ഹെൽത്ത് ഇൻഷുറൻസ്, അതെ,
പിന്നെ ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക, യെസ്, എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. കറക്റ്റ്. അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ ഗോൾ അനുസരിച്ച് വെക്കാൻ നമുക്ക് പറ്റില്ല. അതെ, ആ കറക്റ്റ്, ഒരു പ്രശ്നം വരും. വളരെ കറക്റ്റാണ്. സോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യട്ടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ. സോ അടുത്തൊരു കാര്യം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് സംസാരിച്ചു ഇപ്പോൾ NRIസിൻ്റെ. അത് കഴിഞ്ഞ ഏറ്റവും കൺഫ്യൂഷനുള്ള കാര്യമാണ് ടാക്സേഷൻ. സോ എങ്ങനെയാണ് NRIസിൻ്റെ ടാക്സേഷൻ വർക്ക് ചെയ്യുന്നത്? വളരെ വളരെ സിമ്പിളാണ് ആക്ച്വലി, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ഓൾസോ. അതായത് യു എയിലാണെങ്കിൽ അവർക്ക് അവിടെ ഇൻകം ടാക്സ് ഇല്ല, റൈറ്റ്? പക്ഷേ ഞാൻ ഇവിടെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ടാക്സ് ഡിഡക്റ്റ് ആയിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ എനിക്കത് ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ കാണിക്കണം ഞാൻ NRI ആണ് എന്ന് കാണിക്കണം. അപ്പോൾ എല്ലാ കൺട്രിയായിട്ടും മിക്ക കൺട്രിയായിട്ടും ഇന്ത്യക്ക് ഒരു ഡബിൾ ടാക്സ് ട്രീറ്റി അറേഞ്ച്മെൻറ്റ് DTAA അത് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മുഖാന്തരം യു ക്യാൻ ക്ലെയിം ഇറ്റ് ബാക്ക്. സോ യു എയിലാണെങ്കിൽ ദെൻ ഐ ഹാവ് ടു അപ്ലൈ ഫോർ എ TRC. അതിനും കോസ്റ്റ് ഉണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് കോസ്റ്റ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് റഫ്ലി അറൌണ്ട് 25,000. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ദിസ് ഇസ് എല്ലാ TRCക്കും, അതായത് എല്ലാ കൊല്ലത്തിനും എനിക്കിത് കാണിക്കണം. സോ അപ്പോൾ എല്ലാ കൊല്ലത്തിനും വേണ്ടിയിട്ട് ഇത് കാണിക്കേണ്ടി വരും. അപ്പോൾ സോ ഐ ഹാവ് ടു അപ്ലൈ ഫോർ ദ TRC. അതിലും രണ്ട് മൂന്ന് പ്രോബ്ലം ഉണ്ട്. അവർ തരുന്നത് കാലണ്ടർ ഇയറിനാണ്, നമ്മുടെ ടാക്സ് വരുന്നത് ഫിനാൻഷ്യൽ ഇയറിനാണ്. അപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് അത് ഇല്ല. പക്ഷേ TRC സ്റ്റിൽ നീഡ്സ് ടു ബി ദെയർ ഫോർ അസ് ടു ക്ലെയിം ഇറ്റ് ബാക്ക്. രണ്ടാമത്തത്, ഇന്ത്യയിൽ വരുന്ന എല്ലാ ഇൻകമും ഇന്ത്യ ടാക്സ് ചെയ്യും. അതായത് ഇപ്പോൾ റെൻറ്റ് വരികയാണെങ്കിൽ അത് TDS ഡിഡക്ട് ചെയ്തിട്ടാണ് വരാൻ പാടുള്ളൂ. നമ്മളത് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഫയൽ ചെയ്തിട്ട് നമ്മൾ ആ ബ്രാക്കറ്റിൽ വരുന്നില്ലെങ്കിൽ വി ക്യാൻ ക്ലെയിം ഇറ്റ് ബാക്ക്, റൈറ്റ്? അപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ NRI ഇറ്റ് ഈസ് ബെറ്റർ ടു ഫയൽ യുവർ ഇൻകം ടാക്സ് റിട്ടേൺസ്, ബിക്കോസ് ദെൻ യു ഹാവ്, നമ്മൾ തിരിച്ചു വന്നാലും യു ക്യാൻ ഷോ ദർ ഇസ് എ continuity to the entire process. Right. So if you ask me personally, ടാക്സ് ഫയൽ ചെയ്യാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. അപ്പോൾ ബേസിക്കലി ദ ഹോൾ പോയിന്റ് നമ്മളിപ്പോൾ UAE ആണെങ്കിൽ നമുക്ക് ടാക്സ് ഇവിടെ പിടിക്കുക, TDS വരും, ഇവിടെ അത് അവിടെ ക്ലെയിം ചെയ്യാം. അതാണ് ഹോൾ പ്രോസസ്. ഗിഫ്റ്റ് സിറ്റിയിൽ അല്ലെങ്കിൽ പുറത്ത്, ഗിഫ്റ്റ് സിറ്റിയിലാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല, TDS വരുന്നില്ല. അപ്പോൾ ഇഫ് യു ആസ്ക് മീ, സേഫസ്റ്റ് ബെറ്റ് ഇസ് ഗിഫ്റ്റ് സിറ്റി. ഹെഡേക്ക് വേണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോയത് കാരണം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ FDയിൽ ഉണ്ടാവും. അതൊക്കെ വരുന്നത് നമുക്ക് ടാക്സ് ആയിട്ട് ഡിഡക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അത് ക്ലെയിം ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ. ഇനി ഈ സെയിം പ്രോസസ്സ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി അല്ലെങ്കിൽ ഉള്ളൊരു പ്രോസസ്സ് പറഞ്ഞു UAE-യുടെ. ഇപ്പോൾ US പോലത്തെ രാജ്യമാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുമോ? കോംപ്ലിക്കേഷൻസ് കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ UAE-ൽ ഇൻകം ടാക്സ് ഇല്ല, പക്ഷേ US-ലുണ്ട്. US-ൽ ഗ്ലോബൽ ഇൻകത്തിൻ്റെ മേലിലാണ് ടാക്സേഷൻ വരുന്നത്. അപ്പോൾ ഈ ഇൻകം കൂടെ നമുക്ക് അവിടെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇറ്റ് ഈസ് എ ലോട്ട് മോർ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സംസാരിച്ചു, ടാക്സേഷൻ സംസാരിച്ചു. എൻ്റെ മനസ്സിലുള്ള അടുത്തൊരു ടോപ്പിക്കായിരുന്നു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫാൻസി ആയിക്കൊണ്ടിരുന്ന കാര്യമാണ് നേരത്തെ റിട്ടയർ ചെയ്യണം. ഇത് പറയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, അതിനുവേണ്ടി ഒന്നും ചെയ്യാറില്ല. പലരും ഫെയിലാവും, പല കാരണങ്ങളുണ്ടായിരിക്കാം, ഫാമിലി സാഹചര്യം ആയിരിക്കാം, അങ്ങനെ എന്തോ ആവാം. അപ്പോൾ ഒരു NRI സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാതെ? അപ്പോൾ അതിൽ ചെയ്യേണ്ടത് അതിൽ പല ആസ്പെക്റ്റുകൾ വരുന്നത്, ഒന്ന് അവർക്ക് ഇവൻച്വലി നാട്ടിലേക്ക് വരേണ്ടി വരും, അതായിരിക്കും ആഗ്രഹം. അപ്പോൾ അത് എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം? അപ്പോൾ അതിൽ പലരും അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങൾ ചിന്തിക്കില്ല, അവസാന കാലത്തേക്കായിരിക്കും ആലോചിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യേണ്ടത് NRI എന്ന നിലയിൽ? ഇപ്പോൾ റിട്ടയർമെൻറ്റ് വളരെ ഹോട്ട് ടോപ്പിക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ എല്ലാവരും ഫയർ, ആ കാൽക്കുലേഷൻ മെത്തേഡ്, മൾട്ടിപ്ലയർ എന്ത് യൂസ് ചെയ്യണം, എനിക്കിപ്പോൾ ഇത്ര ഒരു മാസത്തെ ചിലവ് ഇത്ര ഉണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് എത്ര ചിലവ് വരും, അങ്ങനെയൊക്കെ ഒരുപാട് കാൽക്കുലേറ്റർ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മുടെ അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണോണ്ട് യാതൊരു തെറ്റുമില്ല, നോ ഹാം ഡൂയിങ് ദാറ്റ്. ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ എന്തൊക്കെ എക്സ്പെൻസ് വരാൻ പോകുന്നു അതൊരു പ്ലാനിങ് ആവശ്യമാണ്. അത് പോരാഞ്ഞ്
see what other than the expenses that we are planning, there will be unwanted expenses that will come. Unwanted expenses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതേമാതിരി ഹെൽത്ത് റിലേറ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർക്ക് സംതിങ് അൺഎക്സ്പെക്റ്റഡ് കമ്മിങ്. സോ ലൈക്ക് നമ്മൾ നേരത്തെ സംസാരിച്ച മാതിരി ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ്. അതായത് അതുകൊണ്ട് ഇത് കവർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ്. ടേം ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ്, റൈറ്റ്? ടേം ഇൻഷുറൻസ്, അതായത് ഞാനിപ്പോൾ നാളെ ഇല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഹാസ് ടു സർവൈവ് വെൽ, റൈറ്റ്? ദേ കാൺ സഡൻലി ഗോ ഡൗൺ. സോ ടേം ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ്. ഈവൻ EMIs ഒക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടല്ലോ ഫൈനാൻഷ്യലി, അവർക്ക് ഇൻകം വരില്ലെങ്കിൽ. അതെ, എനിക്കിപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്. ഹൗസിംഗ് ലോണിൽ ഞാൻ ആ ലോണിൻ്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ പെട്ടെന്ന് ഞാനില്ലെങ്കിൽ പൈസ ആര് കൊടുക്കും? അപ്പോൾ അത് കവർ ചെയ്യാൻ ഇൻഷുറൻസ് വേണം. സോ ടേം ഇൻഷുറൻസ്, അഗൈൻ ഐ എം സെയിങ് ടേം ഇൻഷുറൻസ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ നമ്മൾ ഇൻഷുറൻസ് ആസ് എ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും കൂടെ കാണുന്നുണ്ട്. യുലിപ്സ്, ഞാൻ അതിനോട് വലിയ അഭിപ്രായം ഇല്ല. കാരണം വെച്ചാൽ ഇൻഷുറൻസ്, എവറി പ്രോഡക്റ്റ് ഹാസ് ദെയർ എൻഡ് യൂസ് കേസ്. ഇൻഷുറൻസിൻ്റെ യൂസ് കേസ് കാണുന്നത് എന്താ വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ്, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇവൻച്വാലിറ്റി വരികയാണെങ്കിൽ അത് ഉപയോഗിക്കുക. ടേം ഇൻഷുറൻസ് നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഹാസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ സംസാരിച്ചു. നമ്മുടെ വേരിയസ് അസറ്റ് ക്ലാസ്സസിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. അതായത് ഫിക്സ്ഡ് FDയിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക, ഇക്വിറ്റിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക, ഗോൾഡിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യാം. ഗോൾഡ് ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഗോൾഡ് മേടിച്ച് വെക്കാനല്ല പറഞ്ഞത്, ഗോൾഡിൻ്റെ ETF ആവാം. നമ്മൾ ഗോൾഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നാളെ കള്ളം കൊണ്ടുപോയാൽ അത് വേറെ പ്രശ്നം. അപ്പോൾ we have to look and plan that accordingly. വീട് മേടിക്കണം എന്നുള്ള ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ വന്ന ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യുക എവിടെ മേടിക്കുക, എവിടെ സെറ്റിൽ ആവുക. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ വേറെ സ്ഥലത്തായിരിക്കും സെറ്റിൽ ആവുക, റൈറ്റ്? അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം. ഒന്ന് പ്രധാനമായിട്ടും യൂലിപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സോ ഇപ്പം എൻ്റെ ചാനലിലേക്ക് ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും പലരും പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ SIP ചെയ്യാമെന്ന് പറയും, സിസ്റ്റമാറ്റിക്കായിട്ട് മന്ത്ലി ഇൻവെസ്റ്റ്. കറക്റ്റ്. സെയിം സാധനം യൂലിപ്പിലും ചെയ്യാം. കറക്റ്റ്, റൈറ്റ്? അപ്പോൾ SIP എന്നുള്ള വാക്കിലാണ് അവർ വീഴുന്നത്. അപ്പോൾ അവരറിയുന്നില്ല മ്യൂച്വൽ ഫണ്ടിലേക്കാണോ പോകുന്നത്, യൂലിപ്പിലേക്കാണോ പോകുന്നത്. ഞാൻ ചെയ്ത് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചറിയാം യൂലിപ്പിലാണല്ലോ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയത് എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ അത് ഇന്നത്തെ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഫൈനാൻസിൽ വലിയ നോളജ് ഇല്ല. NRS ഒക്കെ ആണെങ്കിൽ പോലും അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്ന് നോക്കുന്നത് SIP എല്ലായിട്ടും കേൾക്കുന്നു, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഐ തിങ്ക് ആ പറഞ്ഞത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. രണ്ടാമത്തെ കാര്യം, വീടിൻ്റെ കാര്യം പറഞ്ഞു. വീട് വെക്കുന്ന അതും ഒരുപാട് പേര് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ആയിട്ട് ഇപ്പോൾ റെഡിറ്റൊക്കെ പോലത്തെ ഫോറംസിൽ വായിക്കാറുണ്ട്. അതായത് വരുന്നതിൻ്റെ ഒരു 5 വർഷം മുന്നേ തന്നെ വീട് വാങ്ങി വെക്കും. ചിലർ റെന്റ് ഔട്ട് ചെയ്യും, ചിലർ അത് ചെയ്യില്ല. പക്ഷെ വന്ന ശേഷം വരുമ്പോഴേക്കും എല്ലാ സിറ്റുവേഷനും ആകെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനേക്കാൾ ബെറ്റർ സിറ്റി അടുത്ത് തന്നെ ഉണ്ടാവും ഒരു പക്ഷേ, അങ്ങോട്ട് മൂവ് ചെയ്യാൻ തോന്നും. സോ സായി പറയൂ, അതായത് വരുന്ന ഒരാൾ വീട് ഇനീഷ്യലി വാങ്ങാതെ, ഫ്രീ ആയിട്ട് വാങ്ങാതെ വന്ന് മേ ബി റെന്റ് ഔട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ്, അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ആൻഡ് ദെൻ മൂവ് ഇൻ, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആയിരിക്കുമോ നല്ലത്? അതെ. വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീട്, ഇറ്റ്സ് എ വെരി ഇമോഷണൽ ഡിസിഷൻ. നമുക്ക് എല്ലാവർക്കും വീട് വേണം. നമ്മൾ എന്തൊക്കെയാണ് നോക്കുക വീട് മേടിക്കുമ്പോൾ? നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം, നമ്മളറിയണ സറൗണ്ടിങ്സ്, നമ്മൾ റിട്ടയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലും ഉണ്ടാവുമോ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുക. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ഒരു 10 കൊല്ലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ. അതായത് ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി വുഡ് ഹാവ് ചേഞ്ച്ഡ്, റൈറ്റ്? നമ്മൾ 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളറിയണ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ പുറത്തേക്ക് മാറിയിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഇവിടെ മേടിക്കേണ്ടിയിരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മൾ തിരിച്ചു വന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞ് മേടിക്കുകയായിരിക്കും കുറച്ചും, മേടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയോ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ then we are deciding to stay there. അപ്പോൾ നമ്മൾ ഒരു ചെയ്യുന്ന ഡിസിഷൻ കുറച്ചും കൂടെ വൈസായിരിക്കും. അതിൽ
അതിനോടൊപ്പം തന്നെ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആളാണെങ്കിൽ, അതെ കുട്ടികൾ വളർന്നുകൊണ്ടിരുന്ന ഫേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ, എഡ്യൂക്കേഷൻ എക്സ്പെൻസ് സിറ്റിയിൽ എങ്ങനെയാണ്, അതെ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അതെ ഇപ്പം നമ്മൾ ഈ പുറത്തുള്ളവരുടെയൊക്കെ ബാംഗ്ലൂരൊക്കെ താമസിക്കുന്ന ആളുകളുടെ ചോയ്സ് കേൾക്കുമ്പോൾ അവർ ഇന്ന് മേ ബി ഒരു 10 ഇയർ ഡൗൺ ദ ലൈനുള്ള റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അതെ അപ്പോൾ അവർ ഇന്നത്തെ റേറ്റിലേക്ക് ഇത് ആലോചിക്കുക. അതെ പക്ഷെ അന്ന് മേ ബി ഇയർലി ഒരു 5 lakh to 6 lakh ഒക്കെ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഇയർലി, അതൊക്കെ കുറവാണെന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കറക്റ്റ് സോ ആ ലെവലിൽ ഇൻഫ്ലേഷൻ വരുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യില്ല. സോ അതെ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു സിറ്റി ചൂസ് ചെയ്യുമ്പോൾ അല്ലേ. കറക്റ്റ് സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണത് നമ്മുടെ എക്സ്പെൻസ് എങ്ങനെ വരും എന്ന് Right, പ്ലാൻ yeah, ചെയ്യുക. yeah. അതിൽ എക്സ്പെൻസ് എങ്ങനെ വരും എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ്. ഞാനിപ്പോൾ എനിക്ക് മന്ത്ലി എക്സ്പെൻസ് മാസം 1 ലക്ഷമാണെങ്കിൽ ആ 1 ലക്ഷം ഉണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 1 ലക്ഷം കൊണ്ട് ഒന്നും ആവില്ല. 4 ലക്ഷം 5 ലക്ഷം ഒക്കെ വേണ്ടി വരും. അതെ. പക്ഷേ അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. കാരണം വെച്ചാൽ എൻ്റെ അച്ഛൻ 1 ലിറ്റർ പെട്രോളിന് 1 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇന്ന് ആ 1 രൂപ കൊണ്ട് ഒന്നും മേടിക്കാൻ പറ്റില്ല. യു കാൺ ഈവൻ മേക്ക് എ ഫോൺ കോൾ. പണ്ടൊരു കോയിൻ ബൂത്തിൽ ഉപയോഗിക്കലും ചെയ്യായിരുന്നു. ഇന്ന് ആ 1 രൂപയ്ക്ക് വാല്യൂ ഇല്ല. അപ്പോൾ സോ ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. അപ്പോൾ ആ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേ സമയത്ത് നമ്മൾ സംസാരിച്ച മാതിരി ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് വരും വരായകൾ എന്തൊക്കെയാണ് നമുക്ക് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാം. പക്ഷെ നമുക്കൊരു ജനറൽ ഐഡിയ വെച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ചിലപ്പോൾ ഉണ്ടാവാൻ, ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കാനുള്ള ഇത് വരരുത്. എന്നാലും പക്ഷേ യു ഷുഡ് ഹാവ് ഇറ്റ്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ കാലിയാവും. മനസ്സിലായോ? അങ്ങനത്തെ സിറ്റുവേഷൻ വരെ വരാം. പിന്നെ അശ്വിൻ പറഞ്ഞ മാതിരി യൂലിപ്പ്, അത് ദാറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. ഐ ടച്ച് അപ്പോൺ ദാറ്റ്. കാരണം എന്ന് വെച്ചാൽ അതിൽ ചെറുത് നമ്മുടെയും കുഴപ്പമുണ്ട്. കാരണം എന്താ വെച്ചാൽ യൂലിപ്പ് നമുക്ക് സെല് ചെയ്യണ ആൾക്കാർ പറയുമ്പോൾ SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ്. അതായത് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിപ്പോൾ ഞാൻ ഇതിപ്പോൾ ലാൻഡിലേക്ക് വേണമെങ്കിലാവാം, ഇൻഷുറൻസിലേക്ക് വേണമെങ്കിലാവാം, FDയിലേക്ക് വേണമെങ്കിലാവാം, മ്യൂച്വൽ ഫണ്ടിലേക്ക് ആവാം. SIP മ്യൂച്വൽ ഫണ്ട് അല്ല. മനസ്സിലായോ? അത് മ്യൂച്വൽ ഫണ്ട് ഒരു അസറ്റ് ക്ലാസ് ആണ്. SIP ഒരു പ്ലാൻ ആണ്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ തന്നെ നമ്മൾ 2-3 കാര്യങ്ങൾ നോക്കണം. അതായത് ഞാനിപ്പോൾ എനിക്കൊരു 100 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ നാളെ എനിക്ക് 120 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ സാലറി ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഇൻക്രീസ് ആവും. അപ്പോൾ ആ ഒരു ടിയേർഡ് മെക്കാനിസം, അതായത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ തന്നെ ഹയർ, ഇന്ന് 100 ആണെങ്കിൽ 120, 10% ഇൻക്രീസ് ചെയ്തോ 20% ഇൻക്രീസ് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി, സ്റ്റെപ്പ് അപ്പ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെറ്റർ വേസ് ടു ഡു ഇറ്റ്. രണ്ടാമത്തെ നമ്മൾ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഇസ് അബൌട്ട് നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ്. അതാണ് ഞാൻ എക്സാക്ട്ലി പറഞ്ഞത്. ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസിൽ ദർ ഇസ് നോ റിട്ടേൺസ്. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ഫാമിലിക്ക് ഒന്നും വരാതിരിക്കാൻ ഒരു കൺസോളിഡേറ്റഡ് എമൗണ്ട് വിൽ ബി ഗിവൻ. ദാറ്റ് ഈസ് ടേം ഇൻഷുറൻസ്. ഇറ്റ് ഈസ് നോട്ട് സപ്പോസ്ഡ് ടു ഗിവ് റിട്ടേൺസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അൺവാണ്ടഡ് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റൈറ്റ്? അതിപ്പോൾ പല രീതി കൊണ്ട് പുഷ് ചെയ്യാവുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് സോ യൂലിപ്പിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്രീമിയമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്. അതായത് എനിക്കൊരു സം അഷ്വേർഡ് ഉണ്ട്. സം അഷ്വേർഡ് ഇപ്പോൾ 2 കോടി ആവാം. ആ 2 കോടിക്ക് ഒരു മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്. ആ മോർട്ടാലിറ്റി റേറ്റും എക്സ്പെൻസും എല്ലാം ഡിഡക്ട് ചെയ്തിട്ട് ഞാൻ ആദ്യത്തെ കൊല്ലത്തെ പ്രീമിയം അടയ്ക്കുമ്പോൾ അതിൻ്റെ 30 to 40% ഈ ചാർജസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 1 ലക്ഷം പ്രീമിയമാണ് അടയ്ക്കണമെങ്കിൽ 30,000 രൂപ ഈ ചാർജസിലേക്ക് തന്നെ പോയി കിട്ടി. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് നോട്ട് എ wise decision. Instead of that, take a term insurance. It is must. Term insurance is a must. And invest in equity linked plans, mutual fund ആവാം, ETF ആവാം, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിവുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റോക്സ് ആവാം. റൈറ്റ്. അതിൽ ഇപ്പോൾ യൂലിപ്പ് ഒരു കാര്യം കൂടെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കാത്തത്, നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ
ഈതർ ഇൻഷുറൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, അതെ ഏതാണോ വലുത് മാത്രമേ കിട്ടുള്ളൂ. അതെ മറ്റേ കേസ് നമ്മൾ സെപ്പറേറ്റ് മ്യൂച്വൽ ഫണ്ടും സെപ്പറേറ്റ് ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ രണ്ടും നമുക്ക് ഉള്ളതല്ല. അതെ So അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ. വളരെ വളരെ ക്രിട്ടിക്കലാണ്. ആൻഡ് അഡ്വൈസേഴ്സ് ഒന്നും ഈ വിൽക്കുന്നവരൊന്നും പറയുകയില്ല, ആളുകൾ ഇത് മനസ്സിലാക്കുകയില്ല. അതെ അതതിന്റെ മെയിൻ പ്രശ്നം. ആ ഒരു അത് കുറച്ചൊക്കെ നമ്മളും അത് ഇപ്പോൾ കുറേയൊക്കെ മാറി തുടങ്ങി. പണ്ട് നമ്മുടെ അടുത്ത് ഒരു LIC ഏജന്റ് വരുന്നു, ഇതെടുത്തോളൂ നല്ലതാണെന്ന് പറയുന്നു. നമ്മുടെ അടുത്ത് ക്യാഷ് ബാക്ക് പോളിസി, എൻ്റെ അടുത്ത് കൊണ്ട് ഒരു ക്യാഷ് ബാക്ക് പോളിസി ഉണ്ട്. അത് നമുക്കതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ സൈൻ ചെയ്തു, കൊടുത്തു, അങ്ങനെ നടന്നു. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അവെയറായി. അതായത് ഇപ്പോൾ അശ്വിൻ്റെ ചാനലിൽ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എല്ലാവരും സംസാരിക്കേണ്ട ഇൻഷുറൻസ് ഇസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഷുറൻസ് ഇസ് ഫോർ എനി ഇവൻച്വാലിറ്റി ദാറ്റ് ഹാപ്പൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിനും അതിനേക്കാളും ബെറ്റർ റിട്ടേൺസ് കിട്ടുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ പീപ്പിൾ ആർ ബിക്കമിങ് മോർ അവെയർ. പിന്നെ ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ദർ ഈസ് സംതിങ് കോൾഡ് എ ഫ്രീ ലൂപ്പ് പീരിയഡ്, റൈറ്റ്? ആ ഫ്രീ ലൂപ്പ് പീരിയഡിൽ നമുക്ക് ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യാം. അതിപ്പോൾ ഹെൽത്ത് ആയാലും ലൈഫായാലും മോട്ടറായാലും ആ ഫ്രീ ലൂപ്പ് പീരീഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ നമ്മുടെ അടുത്ത് ഈ ഇൻഷുറൻസ് കോപ്പി നമ്മൾ വരുമ്പോൾ അതൊരു ഇറ്റ്സ് എ വാസ്റ്റ് ഡോക്യുമെന്റ്. അതൊരു 30-35 TNC ഉണ്ട്. അത് നമ്മൾ ഇതിലിരുന്ന് വായിക്കാത്ത കാരണം വി ജനറലി ഇഗ്നോർ ഇറ്റ്. ബൈ ദ ടൈം വി ഫിഗർ ഇറ്റ് ഔട്ട്, ദ ടൈം ഹസ് ഗോൺ. പിന്നെ അതൊരു സറണ്ടർ വാല്യൂ ആണ്. സറണ്ടർ വാല്യൂ ഇസ് നത്തിങ്. ദർ ഇസ് ഹാർഡ്ലി എനി എമൗണ്ട് ദാറ്റ് യു ഗെറ്റ് ഇറ്റ് ബാക്ക്. അപ്പോൾ നമ്മൾ പിന്നെ അത് നമ്മൾ ഒരു നിവൃത്തിയില്ലാതെ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഈ NRI ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനിയൊക്കെ വലിയ ടാർഗറ്റ് ഉള്ളൊരു കമ്മ്യൂണിറ്റി ആണല്ലോ. കാരണം വലിയ കാശുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ അവരിലേക്ക് പുഷ് ചെയ്താൽ പല പ്രൊഡക്ട്സിനും ഫസ്റ്റ് ഇയറിലൊക്കെ ഒരു 30-40-50% വരെ കമ്മീഷനുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ ഈ ആളുകൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. സോ ഒരു 10 ക്ലയൻസിനെ കിട്ടിയാൽ ഏജന്റിന് വലിയ ലാഭമായി. ഇതൊന്നും അറിയാതെയാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ NRIസിന് മേ ബി അത് ആ ഒരു റൂട്ടും കൂടെ ബിലോങ് വന്നു കഴിഞ്ഞാൽ മേ ബി വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ആസ് എ തമ്പ് റൂൾ വി വോണ്ട് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെരി സീംലെസ്. വി വോണ്ട് ടു ബി ആസ് ട്രാൻസ്പെറൻറ്റ് ആസ് പോസിബിൾ. അതായത് ഒരു ചാർജ് ഉണ്ടെങ്കിൽ വി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് അപ്പ് ഫ്രണ്ട്, ഇതാണ് ചാർജസ്. നമുക്ക് കസ്റ്റമറിന് നമ്മുടെ അടുത്ത് ഒരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് സക്സസ്ഫുൾ ആവും. ആ ട്രസ്റ്റ് വരണമെങ്കിൽ കസ്റ്റമറിന് കൃത്യമായിട്ട് അറിഞ്ഞണം ഞാൻ എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, ആ ഇൻവെസ്റ്റ് ചെയ്യണതിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും നഷ്ടം വരാൻ ചാൻസ് ഉണ്ടോ, എല്ലാം അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കസ്റ്റമറിന് ആ ട്രസ്റ്റ് വരുന്നത്. ആ ട്രസ്റ്റ് വരാൻ ഇപ്പോൾ ഞങ്ങളുടെ എൻറ്റയർ പ്രോസസ്സിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ പ്രോസസ് വി ആർ വെരി ക്ലിയർ. ഇതാണ് ചാർജസ്, ഇത് ഇത്രയാണ് വരുന്നത്. ഇത് അതായത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇറ്റ്സ് എ മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. യു കാൺ പ്രെഡിക്റ്റ് ഇറ്റ്, റൈറ്റ്? നേരെ മറിച്ച് ഞങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ അഷ്വേർഡ് റിട്ടേൺസ് ആണ്. വി ടോക്ക് അബൌട്ട് അഷ്വേർഡ് റിട്ടേൺസ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിൽ വി ഡോണ്ട് ടോക്ക് അബൌട്ട് അഷ്വേർഡ് റിട്ടേൺസ്, വി ടോക്ക് അബൌട്ട് എ റേഞ്ച്. അതായത് ഈ റേഞ്ചിലാണ് ബേസിസ് ലാസ്റ്റ് പെർഫോമൻസ്. അതെങ്ങനെയാണ് ഞങ്ങൾ മാർക്കറ്റ് പെർഫോമൻസ് പകരം ഇങ്ങനെയാണ് വരുന്നതെന്ന് പറയും. സോ കസ്റ്റമർ ഹാസ് ടു ഹാവ് ദറ്റ് കംപ്ലീറ്റ് വിസിബിലിറ്റി. ഇന്നത്തെ ഡേ ആൻഡ് ഏജ് പീപ്പിൾ ആർ മോർ അവെയർ. People have access to more platforms like yours, YouTube, everything. അപ്പോൾ അവർക്ക് the moment you break somebody's trust, they are never going to come back to you. It's hard to come back. നമ്മൾ ഓരോ ആളുകൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ പോലല്ലോ ഒരിക്കലും. അതെ, നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ ഒരു കറക്റ്റ് അഡ്വൈസാണ് കൊടുത്ത് ആ കസ്റ്റമർ എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് എടുക്കും. കാരണം ആ കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് ഉണ്ട്, ഞാൻ തെറ്റായ പ്രോഡക്റ്റ് പറയില്ല എന്നുള്ള ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വളരെ ക്രിട്ടിക്കലാണ്. ലോങ് ടേം ഗെയിം ട്രസ്റ്റ് ആണല്ലോ. ഇതുപോലെ ഇപ്പോൾ NRIs നമ്മൾ റിട്ടയർമെൻറ്റ് കാര്യം പറഞ്ഞു. ഒരാൾ നാട്ടിലേക്ക് വരികയാണ് എന്ന് വിചാരിക്കുക, നാട്ടിൽ വന്നു. അപ്പോൾ വന്ന ഉടനെ NRO അക്കൗണ്ട് ക്ലോസ് ചെയ്യണോ അതോ മെയിൻറ്റെയിൻ ചെയ്യണോ? അത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് അതിനും ടൈം ഫ്രെയിം ഉണ്ട്. ഞാനൊരു വേറൊരു വേർഡും കൂടെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സംതിങ് കോൾഡ് RNOR, റൈറ്റ്? സോ നിങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഫോർ എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം ബിക്കോസ് നമ്മൾ വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ യു മേ ബി ലെസ്സർ ദാൻ 182 days, യു മേ ബി ഗ്രേറ്റർ ദാൻ 182 days. പക്ഷേ ഇപ്പോൾ ഇഫ് യു ഹവ് ബീൻ abroad for let's say greater than 7 years, you are still considered as RNOR. And അതിൽ ടാക്സേഷൻ വളരെ വ്യത്യാസമാണ്.
അതിൽ R&Rന് 2-3 ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ ക്രൈറ്റീരിയയിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷേ ആ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവൻച്വലി യു വിൽ ഹാവ് ടു കൺവേർട്ട് ഇറ്റ്. റൈറ്റ്. സോ ഗിവ് ഇറ്റ് സം ടൈം സെറ്റിലായി ആ രീതി ചെയ്യാമല്ലേ? റൈറ്റ്. ഓക്കെ. സോ ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും നാൾ പറഞ്ഞത് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിലാണ്. അതെ. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കേരളത്തിലൊരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് കുറേ കൂടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കുറേ പേര് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്തിട്ടുള്ള വലിയ വലിയ ആളുകൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇപ്പോൾ ദുബായിലേക്ക് മൂവ് ചെയ്യാണ്. ക്രിയേറ്റേഴ്സ് മാത്രമല്ല കുറേ ബിസിനസ്സുകാരും. അപ്പോൾ അതിന് സ്പെസിഫിക്കലി എന്തൊക്കെ റീസൺസ് ആണ് സായിക്ക് തോന്നുന്നത് എല്ലാ ബിസിനസ്സുകളും അവർ അങ്ങോട്ട് മാറുന്നത്? അത് 2-3 കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ എൻ്റെ വളരെ പേഴ്സണൽ വ്യൂ ആണ്. ഒന്ന്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറച്ചും കൂടെ എളുപ്പമാണ്. എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് എനിക്ക് വേണ്ട ഇൻകോർപ്പറേഷൻ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. എനിക്ക് വേരിയസ് ഓഫീസസിൽ പോയി ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല. എല്ലാം വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. പിന്നെ രണ്ടാമത്തെ വരുന്നത് ചില സോൺസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സിറ്റി തന്നെയാണെങ്കിൽ, അതേ DIFSC ആണെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ടാക്സ് റിബേറ്റ് ഉണ്ട് ഫോർ സർട്ടൻ ഇയേഴ്സ്. സോ 10 years 15 years അങ്ങനെ ടാക്സ് റിബേറ്റ് ഉണ്ട്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടാക്സ് ഓൺ ദ റവന്യൂ ദാറ്റ് യു ആസ് എ കമ്പനി യു ആർ ക്രിയേറ്റിംഗ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ ടാക്സ് റേറ്റ്സ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ടാക്സ് റേറ്റ്സും ഇപ്പോൾ ദുബായ് നമ്മൾ പറഞ്ഞു, ദുബായിയുടെ ടാക്സ് റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് ലെസർ ദെയർ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആണ് വൺ ഓഫ് ദ റീസൺസ് വൈ വി ആർ ഷിഫ്റ്റിംഗ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ദുബായ് ഈസ് ബിക്കമിങ് എ ഹബ്, റൈറ്റ്? നമ്മൾ ദുബായ് പറഞ്ഞ കാരണം യു ഹാവ് ആക്സസ് ടു എ ലോട്ട് ഓഫ് അതർ ടാലൻറ്റ് ഓൾസോ. അപ്പം ഇപ്പോൾ കുറേ യു ഹാവ് ആക്സസ് ടു യൂറോപ്യൻ ടാലൻറ്റ്, യു ഹാവ് ആക്സസ് ടു ഇന്ത്യൻ ടാലൻറ്റ്, എല്ലാ ടാലൻറ്റിനും ആക്സസ് ഉണ്ട്. സോ ഒരു സ്ഥലത്ത് നിന്ന്. സോ ഇറ്റ്സ് എ മച്ച് ലാർജർ പൂൾ, മച്ച് ബെറ്റർ പൂൾ. സോ വൈഡ് റീസൺസ്. ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ മേ ബി ക്യാൻ ബി എ ഗുഡ് പ്ലേസ് നോക്കുക, ആ രീതിയിൽ നോക്കാം. അതെ. പിന്നെ ചിലതിന് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ചില സോൺസിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ടൈം സോൺ ഇസ് ഓൾസോ വെരി ക്രിട്ടിക്കൽ. നമ്മളിപ്പോൾ US-ലാണെങ്കിൽ നമ്മുടെ സോൺ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. നമുക്ക് രാത്രിയാണ്, അവർക്ക് പകല്. അപ്പോൾ നമുക്ക് അവർക്ക് സർവീസ് ചെയ്യുമ്പോൾ ഇവിടെ കോംപ്ലിക്കേഷൻസ് വരും, അങ്ങനെ. അതുകൊണ്ടും സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ എന്തുകൊണ്ട്. അപ്പോൾ ദീസ് കുഡ് ഓൾ ബി ദ ഫാക്ടേഴ്സ്. സോ ബേസിക്കലി ബിലോങ്ങിന് നല്ല കാലമായിരിക്കും, കാരണം ഒരുപാട് ആളുകൾ NRS ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് കൂടിയാണ് ഇപ്പോൾ, ഇൻക്ലൂഡിങ് ബിസിനസ്സസ്. കറക്റ്റ്. ബിലോങ് ഞങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവരും നന്നാവട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. അറ്റ് ദ സെയിം ടൈം ബിസിനസ് ഷുഡ് ഗ്രോ. റൈറ്റ്, ട്രൂ. ഇത്ര നേരം നമ്മൾ NRIസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിൾ സംസാരിച്ചു, റിയൽ എസ്റ്റേറ്റ് ആംഗിൾ സംസാരിച്ചു, അങ്ങനെ പല ഇൻഷുറൻസ് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് കവർ ചെയ്തു. അപ്പം പ്രിറ്റി മച്ച് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ പോയിന്റ് ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു പല NRIസിനും ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമായിരിക്കും. ഈയിടെ US H1B വിസയുടെ ഫീ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് വന്നിരുന്നു. വലിയ ഷോക്കോടെയാണ് NRI കമ്മ്യൂണിറ്റി മൊത്തം കണ്ടത് അതിനെ. അപ്പോൾ അതൊരു മച്ച് ലാർജർ ക്വസ്റ്റ്യനിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് വീണ്ടും വരാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ നമ്മളൊരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആണ്, റൈറ്റ്? കാരണം നമ്മുടെ രാജ്യമല്ലല്ലോ അത്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് മുന്നോട്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും? അതിന് പ്രിക്കോഷണറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? H1B വിസ ഒരു പെർട്ടിക്കുലർ US ഉള്ള രാജ്യത്തിന് മാത്രമേ എഫക്റ്റ് ചെയ്യണമെന്നുള്ളൂ. ഇതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് ലിങ്ക്ഡിൻ പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ US-ൽ ഇപ്പോൾ 2-3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, അവർ ഔട്ട്സോഴ്സിങ് ടാക്സ് എന്ന് പറഞ്ഞ് അവർ ഒരു കാര്യം വന്നിട്ടുണ്ട്. H1B വിസയുടെ ഇതിനെ പറ്റിയിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം അറിയേണ്ട കാര്യം എന്താ അശ്വിൻ, നമ്മൾ ഇന്ത്യൻസ് എവിടെ പോയാലും വി ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ഔട്ട്സൈഡ് ഇന്ത്യ. അതാണ് ജനറൽ തമാശയ്ക്ക് നമ്മൾ പറയുക. പക്ഷേ വി ആസ് എൻ ഇന്ത്യൻസ് ആർ റിയലി ഹാർഡ് വർക്കിംഗ്. സെക്കൻഡ്ലി, ദ ടാലൻറ്റ് പൂൾ ദാറ്റ് വി ഹാവ് ഈസ് മച്ച് മോർ ബിഗർ ആൻഡ് ബെറ്റർ. ഇപ്പോൾ US-ലെ ടോപ്പ് കമ്പനീസ് തന്നെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എല്ലാം ഒരു ഇന്ത്യനാണ് ഹെഡ് ചെയ്യണത്, റൈറ്റ്? സോ ടാലൻറ്റ് പൂൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഡെഫിനറ്റ്ലി ഇന്ത്യ ആസ് എ ടാലൻറ്റ്.
ഇത് ഒരു H1B വിസയുടെ ഹൈക്ക് ചെയ്തത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. പക്ഷേ ദീസ് ആർ ഓൾ ഇതൊരു സ്ഥിരത ഇല്ലാത്ത കാര്യമാണ്. കാരണം ട്രംപ് മാറി ഇപ്പോൾ നാളെ വേറൊരു പ്രസിഡന്റ് വരികയാണെങ്കിൽ ദിസ് മേ ഗെറ്റ് റിവേഴ്സ്ഡ്, റൈറ്റ്? സോ യു കനോട്ട് മേക്ക് എ ഡിസിഷൻ ബേസിസ് ദിസ്, റൈറ്റ്? അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഹബ്സ് ലൈക്ക് ദുബായ് ഈസ് കമ്മിങ് അപ്പ്, സിംഗപ്പൂർ ഈസ് കമ്മിങ് അപ്പ്, റൈറ്റ്? പണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ട് കേരളത്തിൽ നിന്ന് മാത്രമേ ദുബായിക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മലയാളികൾ ദുബായിക്ക് മാത്രമല്ല US-ലേക്കും പോകുന്നുണ്ട്, യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് മലേഷ്യ, സിംഗപ്പൂർ, അവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ വി ആർ ഓൾസോ ഡൈവേഴ്സിഫൈങ്, വി ആർ ഓൾസോ സീയിങ്. ഇപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വെയർ വി വോണ്ട് ടു സെറ്റിൽ ഇവൻച്വലി, വി ആർ ഓൾസോ ട്രൈങ് ആൻഡ് picking up our countries where we want to go. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ a lot of one of my close friends have actually picked up Singapore. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ they got married, they settled there. അപ്പോൾ അവർക്ക് കുട്ടി ഉണ്ടായപ്പോൾ they applied for citizenship. ആ കുട്ടിക്ക് മാൻഡേറ്ററി സെർവ് ചെയ്യണം ആർമിയിൽ. സോ they were all okay with that. കാരണം Singapore as a country is not gone into war with any country. Appo it's much safer there, right? The standard of living is much more higher, right? Safe aanu. US le mari shooting incidents onnum nadannilla. So people are also choosing where they want to go, right? But H1B lu മാത്രമായിട്ട് is it going to make an impact? It is not going to make an impact. My broader thought process is നമ്മുടെ what is our goal? Where do we want to see ourselves? അതനുസരിച്ചിട്ട് വി നീഡ് ടു പ്ലാൻ, റൈറ്റ്? ടുഡേ നമ്മുടെ ഒട്ടുമിക്ക ഇപ്പോൾ എസ്പെഷ്യലി മലയാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് അവർ കിഡ്സ് ആർ ഔട്ട്സൈഡ് കേരള, റൈറ്റ്? ഇപ്പോൾ നാട്ടിൽ നമ്മളൊക്കെ നാട്ടിൽ പോകുമ്പോൾ കളിയാക്കി പറയും, ഇപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ബംഗാളി ചേട്ടൻ്റെ നിന്ന് ചായ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് ഇസ് കമ്മിങ്. അപ്പോൾ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർ യൂറോപ്പിൽ പോയി സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ദേ വോണ്ട് ടു സെറ്റിൽ ദെയർ. സം പീപ്പിൾ ആർ ഗോയിങ് ടു US ആൻഡ് സ്റ്റഡിങ്, റൈറ്റ്? ചില if you want to do a space research, US is much better, right? So അങ്ങനെ otherwise ചിലർ സിംഗപ്പൂർ പോയി ചെയ്യുന്നുണ്ട്. because they are already doing it. But ഒരു incident, is it going to change the entire way the entire operation changes? I don't think so. ഇതുപോലെ പല വലിയ കാര്യങ്ങളും മുൻപ് സംബന്ധിച്ചിട്ടുണ്ടാവും, അതിന് മറികടന്നിട്ടുമുണ്ട്. അങ്ങനെ, റൈറ്റ്? സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹമുള്ള ആളെന്ന് വിചാരിക്കുക, കുറച്ച് കാഷ്വൽ ക്വസ്റ്റ്യൻ പോലെ കണ്ടാൽ മതി. പുറത്ത് പോകണം എന്നൊരാഗ്രഹമാണ്, ജീവിക്കണം. അങ്ങനെ ഒരു ഇന്ത്യക്കാരന് നല്ലൊരു രാജ്യമെന്ന് തോന്നുന്ന സായിയുടെ ഒരു അഭിപ്രായം എന്താണ്? ഏതാണ് നല്ല രാജ്യം? ഒരു മലയാളിയോട് ഇത് ചോദിക്കരുത്. കാരണം വെച്ചാൽ ഞാൻ UAE എന്നല്ലാതെ വേറെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോയി ഞാൻ അടി കിട്ടിയത്. അപ്പോൾ അല്ല, പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, UAE വളരെ ഇറ്റ്സ് എ വെരി പീസ്ഫുൾ പ്ലേസ്. ഞങ്ങൾ UAE ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ UAE പോയി ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്. വി വെൻറ്റ് മൾട്ടിപ്പിൾ പ്ലേസസ്, വി സോ. അന്ന് ഉണ്ടായൊരു സംഭവമാണ്. അന്ന് ഞങ്ങൾ ടാക്സിയിൽ മൊബൈൽ വെച്ച് മറന്നുപോയി. മൊബൈൽ സ്വിച്ച്ഡ് ഓഫാണ്. ഓക്കെ. അന്ന് ടാക്സിയുടെ കോൾ സെൻറ്ററിൽ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, എനിക്ക് ടാക്സി നമ്പർ അറിയില്ല, ഞങ്ങൾ ഈ സമയത്ത് ഇവിടുന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയി, ടാക്സിയിലാണ് പോയത്, ടാക്സി നമ്പർ അറിയില്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. ഒരു മണിക്കൂർ ശേഷം ഞങ്ങളുടെ ഓൾട്ടർനേറ്റ് നമ്പറിലേക്ക് ഫോളോ വരികയാണ്. അതായത് നിങ്ങളുടെ മൊബൈൽ കാറിൽ നിന്ന് കിട്ടി, ടാക്സി ഡ്രൈവർ വന്ന് തരും, ചാർജസ്, ടാക്സി ഓടിച്ചതിൻ്റെ ചാർജസ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. ഇറ്റ്സ് ദാറ്റ് മച്ച് സേഫ്. മനസ്സിലായോ? അതായത് യു ക്യാൻ ലീവ് യുവർ, അവിടെ എല്ലാവരും പറഞ്ഞത് യു ക്യാൻ ലീവ് യുവർ ഡോർ ഓപ്പൺ, നത്തിങ് ഇസ് ഗോണ ഹാപ്പൻ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി, റൈറ്റ്? പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഗോൾഡൻ വിസ പ്രോഗ്രാം ഉണ്ട്. സോ ദർ ഇസ് ലോങ് ടേം വിസ ഇസ് ഓൾസോ നോട്ട് എ പ്രോബ്ലം. Some people prefer Singapore. Personally speaking, I love Singapore, right? Because very similar lines. Even though Singapore almost same concepts are Dubai-ilum, they are trying to follow all that, right? I love the ella meticulous ആണ്, right? Even there is no jaywalking, right? I love the cleanliness on the streets. I love how
എവറിഥിങ് ഈസ് പ്രിസൈസ്. അതായത് ഇന്ന സമയത്ത് ഇന്ന ബസ് വരും എന്ന് പറഞ്ഞാൽ അവിടെ ബസ് സ്റ്റാൻഡിൽ വരെ എത്ര സമയത്താണ് ഏത് ബസ് വരിക എന്ന് എഴുതിയിട്ടുണ്ട്. സോ പ്രിസൈസ്, റൈറ്റ്? സോ ലാസ്റ്റ് വീക്ക് ഞാൻ സിംഗപ്പൂർ ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് പോയതാണ്. ഈ പറഞ്ഞതെല്ലാം വളരെ ശരിയാന്ന് ജീവിച്ച് മനസ്സിലാക്കി ആ ഒരു ഒരാഴ്ചയിൽ. അതെ, ഇപ്പം ഒരു ലൈനിൽ തന്നെ 2 ബസ് സ്റ്റോപ്പ് ഉണ്ടാവും. അതിലൊരു ബസ് സ്റ്റോപ്പിലായിരിക്കും ഇന്ന നമ്പർ ബസ്സുകൾ വരും, അടുത്തതിലായിരിക്കും മറ്റു നമ്പർ ബസ്സുകൾ. എല്ലാം പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഒരു ഹോങ്കിങ് ഇല്ല, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. സമാധാനം. നോ സൗണ്ട് പൊല്യൂഷൻ, നോ എയർ പൊല്യൂഷൻ. അതായത് അവിടെ ഇപ്പോൾ റോഡ് ഡിഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ I have seen this very nicely put, we are sorry for the inconvenience. മനസ്സിലായത്? അപ്പോൾ അവർ മറ്റുള്ളവരെ പറ്റി ആലോചിച്ച്, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാൻ മാറി കട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരുടെ ഔട്ട്ലുക്ക്. സോ ഐ റിയലി ലൈക്ക് ഓൾ ദ തിങ്സ് അബൌട്ട്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയല്ലേ? കാരണം ഈ മെട്രോ എല്ലാം അതെ, എങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കും. MRT ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വി ലവ് സിംഗപ്പൂർ. സോ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. അവിടെ MRTയിൽ when we get there we take that MRT card which is അത് ബസ്സിലും വർക്കാവും. അപ്പോൾ MRT കാർഡ് എടുക്കും. ഞങ്ങൾ ടാക്സി ചെയ്യുന്ന സംഭവമേ ഉപയോഗിക്കാറില്ല. കൺവീനിയൻറ്റ്, കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെയായിരുന്നു. അപ്പം സിംഗപ്പൂർ ആൻഡ് UAE ആണ് വിന്നേഴ്സ്. പിന്നെ നീഡ്സ് അനുസരിച്ച് മാറുകയും ചെയ്യായിരിക്കും. അതെ, ഗോൾസ് അനുസരിച്ച്. സി യൂറോപ്പ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷേ യൂറോപ്പിൽ മഗ്ഗിങ് ഉണ്ട്. സോ ഫ്രാൻസിസ് മഗ്ഗിങ് ഉണ്ട്. സോ ഐ മീൻ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വേ യു വാണ്ട് ടു ഗ്രോ. ട്രേഡ് ഓഫുകൾ ഉണ്ടാവാം. പിന്നെ ഐ ഡോണ്ട് നോ വാട്ട് എൻ്റെ മൈ കിഡ് ഈസ് ഗ്രോയിങ് അപ്പ്. I don't know what her ambitions are. So probably depending on the university, she may plan to go to Germany. Right? So ഞങ്ങൾ വീട്ടിൽ കളിയാക്കിയ സംഭവം എന്ന് വെച്ചാൽ we speak very different languages at home. എനിക്ക് ഫ്രഞ്ച് അറിയാം, എൻ്റെ വൈഫിന് ജർമ്മൻ അറിയാം, വൈഫിന് കൊറിയൻ അറിയാം. അപ്പോൾ ഞങ്ങൾ പറയും we can decide where to ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. മക്കൾക്ക് കുട്ടികൾക്ക് എല്ലാം അറിയോ? ഇല്ല, ഒരു അത്ര ആയിട്ടില്ല. റൈറ്റ് ഓക്കെ. സോ ഡിസ്കഷൻ പോയിന്റ്സ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, ബിലോങ്ങിന് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് ആൻഡ് വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം ബിലോങ്? See, this is only the first step. Like I said, NRIs നിന്നും എവറി ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് വേരിയസ് തിങ്സ് ദാറ്റ് ദേ നീഡ് ടു ടേക്ക് കെയർ. നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞു. ആ ഡൈവേഴ്സിഫിക്കേഷനിൽ വേരിയസ് അസറ്റ് ക്ലാസ്സസ് പറഞ്ഞു. അപ്പോൾ ഈ അസറ്റ് ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2 കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റും ഒന്ന് മ്യൂച്വൽ ഫണ്ടിലും. അത് കൂടാതെ വേരിയസ് തിങ്സ് ഉണ്ട്. ബുള്ളിയൻ ഉണ്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഉണ്ട്, റൈറ്റ്? ചിലപ്പോൾ ലോൺ റിക്വയർമെൻറ്റ് വരാം, പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ് വരാം. അപ്പോൾ വി വോണ്ട് ടു കവർ എവറിത്തിങ്. ഇപ്പോൾ ഒരു ലാർജർ സ്കീം ഓഫ് തിങ്സ് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ആർ എംബിഷൻ. ലാർജർ സ്കീം ഓഫ് തിങ്സ് പറയുകയാണെങ്കിൽ വി വോണ്ട് ടു ബി ദ പെർഫെക്റ്റ് ബാങ്ക് ഫോർ NRIs. റൈറ്റ്? റെസിഡൻറ്റ് ഇന്ത്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇന്ത്യയിൽ, അതൊക്കെ NRIsന് ചെയ്യാൻ പറ്റണം ഫ്രം വെയർ ദേ ആർ, റൈറ്റ്? ആൻഡ് ദാറ്റ് ടു ഡിജിറ്റലി. ദാറ്റ് ഈസ് ആർ മോട്ടോ. And at the same time being as transparent as possible. So that അവർ എന്ത് എടുക്കുന്നോ അതിൽ എന്തൊക്കെയാണ് വാട്ട് ഈസ് ദ ഔട്ട്കം ദാറ്റ് ദേ ക്യാൻ എക്സ്പെക്ട്, അത് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. സോ ദീസ് ആർ ദ 2 തിങ്സ് ദാറ്റ് വി സ്ട്രൈവ്. ആൻഡ് കറന്റ്ലി ഇപ്പോൾ ലൈവ് ആയിട്ടുള്ളത് FD ആൻഡ് മ്യൂച്വൽ ഫണ്ട് അല്ലേ? അതെ, കറന്റ്ലി FD ആക്ച്വലി റിട്ടേൺസ് ഹയസ്റ്റ് that you can expect is the USD FD with 6% returns. And mutual fund which is investing into India, which is called an inbound fund. And IPO ഉടനെ വരും. Right. Okay. So എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എല്ലാ NRIs നമ്മളിപ്പോൾ എൻ്റെ ചാനലിലൂടെയൊക്കെ ഫീഡ്ബാക്സ് വരുമ്പോഴൊക്കെ നല്ല പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. സോ ഗ്രോത്ത് എല്ലാം ഫാസ്റ്റ് ആവട്ടെ, ജസ്റ്റ് എല്ലായിടത്തേക്കും പെട്ടെന്ന് എത്തട്ടെ. All right. Thank you so much. It was absolutely a pleasure. Thank you so much. Thank you. Thanks. Bye.